ഷസാം എന്ത് കാരണത്തിലാണ് എൻ്റെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുന്നത് എനിക്കറിയാൻ പാടില്ല. അവനെ ഞാൻ നിന്റെ തന്തയാടാ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. തിരിച്ചു പറഞ്ഞില്ലേ മോശമല്ലേ, നമ്മൾ ആമ്പിള്ളേരല്ലേ. ഞാനും തിരിച്ചു പറഞ്ഞു. ഇവൻ്റെ സ്വന്തം സമ്മാനത്തിന്റെ ഫോട്ടോ എടുത്തിട്ട് ഈ ഇതിലേക്ക് അയച്ചു കൊടുത്തു. ഷസാം ബ്രോയുടെ ഫാൻസും അതുപോലെ തന്നെ എല്ലാം ഫേക്ക് അക്കൗണ്ടാണ്. എന്നെ തെറി വിളിക്കണത്, എന്നെ പബ്ലിക്കായിട്ട് വന്ന് തെറി വിളിക്കണതാണെങ്കിലും വിക്കി എന്നെ താകൂട്ടി തെറി വിളിച്ചു. അതെനിക്ക് നല്ലോണം കൊണ്ടു. എനിക്ക് എല്ലാവരിൽ നിന്ന് എനിക്കൊരു ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യിക്കാൻ വേണ്ടിയാണോ എൻ്റെ വീഡിയോ ഇങ്ങനെ റിയാക്ട് ചെയ്ത് എനിക്കറിയത്തില്ല. റീച്ച് കിട്ടാൻ വേണ്ടി എന്ത് വൃത്തികെട്ട പണിയും കാണിക്കാൻ ഒരു മടിയില്ലാത്ത ഒരു പെണ്ണാണ് അവളൊരു അങ്ങനെയാണ് ഒരു സ്ത്രീയെ കളിയാക്കി വിളിക്കാൻ പറ്റുക. ഇപ്പോൾ ഇവളിങ്ങനെയൊക്കെ ചെയ്യാൻ കാരണം മെയിൻ ആയിട്ടുള്ള ആള് ഷസാം ബ്രോയാണ്. ഞാൻ ഒരിക്കലും അല്ലെന്ന് പറയില്ല, വിത്ത് പ്രൂഫ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ തെറി പറഞ്ഞാൽ പോലും ഇവൻ എൻ്റെ കണ്ടന്റിൽ തെറി ഉണ്ടെങ്കിൽ പോലും ഞാൻ പറയുന്ന കാര്യം ശരിയാണെന്ന് മനസ്സിലാക്കാനുള്ള മിനിമം ഒരു സെൻസ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് പോലീസുകാരന്മാർ വരെ ഫാൻസ് ഉണ്ട്. പിന്നെ എന്തുകൊണ്ട് ഈ ഷസാമിനെ ഇഷ്ടപ്പെടാത്ത കാരണം എനിക്കറിയത്തില്ല. ഷസാം എൻ്റെ ആ വീഡിയോ റിയാക്ട് ചെയ്ത ഒറ്റ കാരണത്തിൽ ഇന്ന് എൻ്റെ ലൈഫ് ഭയങ്കര ശോകമായിട്ടാണ് പോകുന്നത്. സത്യം പറയാം, ഈ വെറൈറ്റി എന്ന് പറയുന്നത് ആളുകളെ മോശം ബാഡ് വേർഡ്സ്, അതായത് മലയാളത്തിൽ പറഞ്ഞ തെറി, അതിനെങ്ങനെയാണ് നമുക്ക് മോട്ടിവേഷൻ എന്ന് പറയാൻ പറ്റുക? ഞാൻ ആരും തെറി വിളിച്ചിട്ടില്ല. ഞാൻ എൻ്റെ കണ്ടന്റ് അകത്ത് മാത്രം പറയുന്ന തെറിയാണ്. നമ്മുടെ കേരളത്തിൽ ഈ 3.5 കോടി ജനങ്ങളും തെറി വിളിക്കാത്ത ഒരു മനുഷ്യന്മാരും വലിയ കേരളത്തിലല്ലോ. എന്താണ് ഷസാമുമായിട്ടുള്ള ഇഷ്യൂ? എല്ലാവരും അവൻ നല്ലൊരു പേഴ്സൺ ആണെന്ന് പറയണം, ഷസാം ഈസ് എ ഗ്രേറ്റ് ജെന്റിൽമാൻ എന്നൊക്കെ പറയണം. ഒരിക്കലും പറ്റില്ലാത്ത കാര്യം, ഉള്ള കാര്യം പറയാലോ. ഒരാൾ തെറ്റുകാരനാണെങ്കിൽ തെറ്റുകാരനെന്ന് മനസ്സിലാക്കാനുള്ള ബോധം വേണം. ഇയാൾക്ക് എൻ്റെ വീഡിയോ കാണാൻ ഇഷ്ടമില്ലെങ്കിൽ കാണണ്ട, പൊക്കോട്ടെ. ഞാൻ ആരും നിർബന്ധിച്ചിട്ടില്ല. എൻ്റെ വീഡിയോ കാണാൻ ഇഷ്ടമുള്ളവർ മാത്രം കണ്ടായി, അല്ലെങ്കിൽ ആരും കാണണ്ട. ഞാൻ ഇന്നലെ എൻ്റെ മിനിങ്ങാന്ന് ഞാൻ പ്ലാൻ ചെയ്തു, എന്താണ് വീട്ടിലാരും ഇല്ല, അപ്പം ആ സമയത്ത് നൈസിന് എന്നുള്ള മൈൻഡ് ആയിരുന്നു എൻ്റെ. ഇത് പകയാണ് എന്നാണോ പറയുന്നത്? അയ്യോ തീർച്ചയായും. സത്യം പറഞ്ഞാൽ എനിക്ക് പുറത്തിറങ്ങാൻ നല്ല പേടിയുണ്ട്. ഉള്ളതിനും പറയാൻ കുഴപ്പമില്ല. കാരണം എല്ലാവരും പറയുന്നത് ഷസാം പാവാടാ, ഷസാം അങ്ങനൊന്നും ചെയ്തില്ല. പക്ഷേ സത്യം പറയാലോ വെച്ച് ഇയാളെ നമ്മൾ പേഴ്സണലി ഹേർട്ട് ചെയ്യുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് ലെവലിൽ വരെ പോകുന്ന എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സംശയമുണ്ട്. ഉള്ള കാര്യം പറയാലോ. അവന് പേഴ്സണലായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഇത്രയും ഫെയിമായിട്ട് നിൽക്കുന്ന ആളല്ലേ. ഷസാം കാരണമാണ് ഞാനിപ്പോൾ ഫെയിമായിട്ട് നിൽക്കുന്നത്. ഷസാം കാരണമാണ് എനിക്ക് ഇത്ര റീച്ച് ഉണ്ടായിട്ട് നിൽക്കുന്നത്. ഇപ്പം ഇന്റർവ്യൂവിന് വിളിച്ചു തന്നെ അതാണെന്ന് പറയാം. മോട്ടിവേഷൻ മൂക്കുത്തിയാണെന്ന് എനിക്കൊപ്പം ഉള്ളത്. നമസ്കാരം. ഈ സോഷ്യൽ മീഡിയ നമ്മുടെ ലൈഫിനെ എനിക്ക് തോന്നുന്നൊരു 10, 12, 13 വയസ്സുള്ള കുട്ടികൾ അവരുടെ പേരൻസിൻ്റെ എതിരാണേലും ഉപയോഗിക്കുന്ന ഒരു മാധ്യമമാണ്. ആ മാധ്യമത്തിൽ മോട്ടിവേഷൻ മൂക്കുത്തി, അതിലെ ടാഗ് ലൈൻ തന്നെ ടോക്സിക് മോട്ടിവേഷൻ എന്നാണ്. ഈ ടോക്സിക് മോട്ടിവേഷൻ എന്താണ് ശരിക്കും മൂക്കുത്തി ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ കേരളത്തിൽ തന്നെ ഒരുപാട് മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ഉണ്ടല്ലോ. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ കുറച്ചുകൂടി വെറൈറ്റി ആയി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹിച്ച ഒരാളാണ്. ഈ വെറൈറ്റി എന്ന് പറയുന്നത് ആളുകളെ മോശം ബാഡ് വേർഡ്സ്, അതായത് മലയാളത്തിൽ പറഞ്ഞ തെറി എന്നുള്ള രീതിയിൽ ഇല്ലല്ല, ഒരിക്കലും അല്ല, വീഡിയോസിലെല്ലാം തന്നെയും മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന തെറിയാണ്. ഓക്കെ, അപ്പൊ ആ തെറി ഉപയോഗിച്ചിട്ടാണ് ആളുകളോട് മോട്ടിവേഷൻ കൊടുക്കുന്നത്. ഈ അടുത്തിടെ ഒരു മോട്ടിവേഷൻ സ്പീക്കർ ഇതുപോലെ വേദിയിൽ നിന്ന് തെറി വിളിച്ചിട്ട് അയാളെ ആ സ്പോട്ടിൽ ആളുകൾ ഇറക്കി വിട്ടു. അപ്പൊ എന്തുകൊണ്ടാണ് ഈ പറയുന്ന ബാഡ് വേർഡ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് മോട്ടിവേഷൻ അതിനെങ്ങനെയാണ് നമുക്ക് മോട്ടിവേഷൻ എന്ന് പറയാൻ? ചേച്ചി, അതൊരു മിസ്റ്റേക്ക് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ തെറി വിളിച്ചത് ആ സമൂഹത്തിലായിരിക്കുന്ന ആൾക്കാരെയാണ്. പക്ഷെ ഞാൻ ആരെയും തെറി വിളിക്കുകയാണ്. ഞാൻ ആരെയും തെറി വിളിച്ചിട്ടില്ല. ഞാൻ എൻ്റെ കണ്ടന്റ് അകത്ത് മാത്രം പറയുന്ന തെറിയാണ്. ഞാൻ ആരെയും പേഴ്സണലി ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ ഞാൻ ആരെയും തെറി വിളിച്ചിട്ടില്ല. ഞാൻ മോട്ടിവേഷൻ ചെയ്യുന്നത് എൻ്റെ ലൈഫിലുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ വെച്ച് കമ്പയർ ചെയ്തിട്ടാണ് ഞാൻ മോട്ടിവേഷൻ ചെയ്യുന്നത്. ഞാനത് പറയാൻ സമ്മതിക്കാത്തത്, അല്ലെങ്കിൽ ഇത് പറയുമ്പോൾ ഇടയ്ക്ക് കയറുന്ന ഒറ്റ കാര്യം, ഈ പറയുന്ന ടോക്സിക് മോട്ടിവേഷൻ കൊണ്ട് ഇപ്പൊ ലൈഫിൽ ഒരു പ്രശ്നത്തിൽ വന്നിരിക്കുകയാണ്. അയ്യോ തീർച്ചയായിട്ടും. ഇപ്പൊ ഒരു 3-4 ദിവസമായിട്ട് ഇന്നലെ എന്നോട് സംസാരിക്കുമ്പോൾ പോലും എനിക്ക് ജീവിതം ഇനി വേണ്ട, ഞാൻ ജീവിതം അവസാനിപ്പിക്കാൻ പോവാണ് ചേച്ചി എന്ന് പറഞ്ഞ് കരയുന്ന ഒരാളെയാണ് എനിക്ക് കേൾക്കാൻ പറ്റിയത്. അപ്പോൾ എങ്ങനെയാണ് ഈ മോട്ടിവേഷൻ, എങ്ങനെയാണ് പറയുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ലെവലിലേക്ക്, അതായത് ഈ പറയുന്ന ബാഡ് വേർഡ്സ് കൊണ്ടാണ് ഇത് ഉണ്ടായത്? ചേച്ചി, അതെന്താ കാര്യം എന്നറിയോ? ഞാൻ വളർന്നു വന്ന സാഹചര്യം വളരെ മോശമായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ എനിക്കൊരു നല്ല കാലം, ഒരാൾക്കൊരു ചീത്തക്കാലം ഉണ്ട്, ഒരു നല്ല കാലം ഉണ്ട്. അപ്പൊ എൻ്റെ ആ ചീത്തക്കാലം മാറി എനിക്കൊരു നല്ല കാലം വന്നു എന്നെനിക്ക് തോന്നി. അങ്ങനെ നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഒരു ഡൗൺ എത്തി കഴിഞ്ഞിട്ടുണ്ടല്ലോ, എല്ലാവരും കൂടെയും എന്നെ അത്രയും കാലം സ്നേഹിച്ചവരെല്ലാവരും കൂടെയും ഞാൻ പോലും അറിയാത്ത കുറേ മറ്റുള്ളവർ പറഞ്ഞുണ്ടാക്കിയ കാര്യങ്ങളിൽ എന്നെ അടിച്ച് താഴ്ത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ എല്ലാവരും നിന്ന് ഒരു വട്ടത്തിൽ ഇങ്ങനെ സമൂഹം മൊത്തം എനിക്കെതിരായി ഒരു ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്ത് കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതെനിക്ക് പേഴ്സണലി എൻ്റെ ലൈഫിൽ എനിക്ക് നല്ലോണം അത് പ്രശ്നമായി. എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ എത്തിയായിരുന്നു സത്യം പറഞ്ഞാൽ. ഞാൻ ചേച്ചിക്ക് എൻ്റെ അക്കൗണ്ട് കണ്ടാൽ തന്നെ അറിയാം, ഞാൻ അങ്ങനെ ആരെയും പേഴ്സണലായിട്ട് ഹേർട്ട് ചെയ്യാൻ പോകാത്ത ഒരാളാണ്. അപ്പോൾ ഞാൻ മോട്ടിവേഷൻ ചെയ്യണത് എൻ്റെ ഇഷ്ടമാണ്. അത് കാണാൻ ഒരുപാട് താല്പര്യപ്പെടുന്നുണ്ട്. അത് ലൈഫിൽ കമ്പയർ ചെയ്ത് അവരുടെ ലൈഫ് ഹാപ്പിയാക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. എൻ്റെ മോട്ടിവേഷൻ വീഡിയോ കാണാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. അത് കുഞ്ഞു കുട്ടികൾ മാത്രമൊന്നുമല്ല, ഒരുപാട് വലിയ ആൾക്കാരും ഉണ്ട്.
ഇതിലൊരു കാര്യമുണ്ട്. അതായത് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു 18 അല്ലെങ്കിൽ ഒരു 13-14 വയസ്സ് മുതലുള്ള കുട്ടികളാണ് ഇപ്പം ഈ ഏറ്റവും കൂടുതൽ ഈ ഇൻസ്റ്റാഗ്രാം പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം കൂടുതൽ ഉപയോഗിക്കുന്നത്. അവർക്ക് ഈ പറയുന്ന ബാഡ് വേർഡ്സ് ഉപയോഗിക്കുക അല്ലെങ്കിൽ തെറി ഉപയോഗിക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് എന്തോ നമ്മൾ ഭയങ്കര വലിയ സംഭവമായി, ഞാൻ നിന്നെ തെറി വിളിക്കുന്നത്ര ആയി എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലൊരു മെസ്സേജും കൂടെ സ്പ്രെഡ് ചെയ്യുന്നില്ലേ? ഇല്ലല്ല, ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്തിട്ടൊന്നുമില്ല. ഇതിപ്പോ നമ്മുടെ കേരളത്തിൽ ഈ 3.5 കോടി ജനങ്ങളും തെറി വിളിക്കാത്ത ഒരു മനുഷ്യന്മാർ വലിയ കേരളത്തിലില്ലല്ലോ. എല്ലാവരും എത്ര വലിയ പൈസക്കാരനാണെങ്കിലും പാവപ്പെട്ടവനാണെങ്കിലും തെറി എന്തായാലും പറഞ്ഞിരിക്കും. അത് നമുക്ക് അങ്ങനെ കൃത്യമായിട്ടൊരു കണക്ക് പറയാൻ പറ്റില്ല. കൃത്യമായിട്ട് കണക്ക് പറയാൻ പറ്റില്ല, മനുഷ്യന്മാരല്ലേ പറയാതിരിക്കുമോ? അത് നമുക്കറിയില്ല. ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്കും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പറഞ്ഞോളൂ. എനിവൈസ് എനിക്ക് അങ്ങനെ തോന്നുന്നത്. ഇപ്പോ ഞാനിപ്പോ തെറി വിളിച്ചാൽ പോലും ഞാൻ ആരെയും വേദനിപ്പിക്കുന്ന രീതിയിൽ ചെയ്തിട്ടില്ല. പക്ഷെ തെറി വിളിക്കേണ്ട സാഹചര്യങ്ങളിൽ ഒരാളെ ഞാൻ ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാനോ ആരെയും ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ പോത്ത ഒരാളാണ്. അപ്പൊ ഇങ്ങോട്ടേക്കായിട്ട് എന്തെങ്കിലും പ്രശ്നത്തിന് വന്നിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് ചോദ്യം ചെയ്യണം അല്ലെങ്കിൽ തിരിച്ച് ചോദിക്കണം എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അതും ഞാൻ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ പകയോ വിദ്വേഷമോ ദേഷ്യമോ ഒന്നും വെക്കുന്ന ഒരാളുമല്ല. അതങ്ങനെ പറയും, എന്നെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു പറയും, അതവിടെ കഴിഞ്ഞു, ഞാനത് വിട്ടു. പിന്നെ ഞാൻ അതിനെപ്പറ്റി സംസാരിക്കാനോ അല്ലെങ്കിൽ പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കാനോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ മനസ്സിൽ വെച്ച് പകയാക്കി മാറ്റാനോ ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഇപ്പൊ ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്നുള്ള നിലയിൽ കണ്ടന്റ് ചെയ്യുകയാണ് നമ്മൾ. ഈ കണ്ടന്റ് പലർക്കും പല രീതിയിലാണ് ഹിറ്റ് ചെയ്യുന്നത്. പലര് ഡാൻസ് ചെയ്യും, പാട്ട് ചെയ്യും, പിന്നെ കണ്ടന്റ് നല്ല വെറൈറ്റി കണ്ടന്റ് ചെയ്യും. ചിലവർ വേഷം കെട്ടിയിട്ട്, അതായത് പല വിധത്തിൽ ചെയ്യും. എല്ലാം ഈ അറ്റൻഷൻ സീക്കിംഗ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട് അതിനകത്ത്. പിന്നെ ഇതിനകത്ത് കണ്ടന്റിലൂടെ ഇവർക്ക് കിട്ടുന്ന ഈ പ്രൊഫൈൽ ബിൽഡിങ് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ എന്താ പറയുക, കൊളാബ് വരും. നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് ഇത് തുടക്കം തന്നെയും ഈ തെറി തന്നെ പറഞ്ഞു തന്നെയായിരുന്നു അത് തുടങ്ങിയത്? അതെ, തീർച്ചയായിട്ടും. എന്തായിരുന്നു ഫസ്റ്റ് കണ്ടന്റ്? എങ്ങനെയാണ് അത് ഇട്ടത്, ഓർമ്മയുണ്ടോ? ഫസ്റ്റ് കണ്ടന്റ് ഞാൻ ഈ വെല്ലുവണ്ടിയൊക്കെ ഓടിക്കാൻ പോയിരുന്നു. ഡ്രൈവറായിട്ട് കുറച്ചെല്ലാം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോ ഞങ്ങളുടെ ഈ മുതലാളിയാണെങ്കിൽ എനിക്ക് തരാനുള്ള ഒരു 2-3 മാസത്തെ സാലറി ഡിലേ ആയി കിടക്കുക. അപ്പൊ ഒരു ദിവസം ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇയാൾ എന്റെ മുഖത്തേക്ക് തെറിയൊക്കെ വിളിച്ച് നമുക്കൊന്നും തിരിച്ചു പറയാൻ പറ്റില്ലാത്ത രീതിയിൽ അയാള് എല്ലാവരും മുന്നിൽ വെച്ച്, പുള്ളിക്കാരന്റെ വർക്കേഴ്സിന്റെ മുന്നിൽ വെച്ച് എന്നെ തെറി വിളിച്ചു. അപ്പൊ എനിക്ക് അത് നല്ലോണം വിഷമമായി. നമ്മളിപ്പോൾ സാധാരണക്കാരനെ തിരിച്ചു പറയാൻ പറ്റില്ലാത്തൊരു സിറ്റുവേഷൻ ആയിപ്പോയി. അപ്പൊ ഞാൻ എന്റെ ഈ ഫ്രസ്ട്രേഷൻ കയറി തീർത്ത് എന്റെ വണ്ടിയുടെ ഉള്ളിൽ എല്ലാ 2 ജനലും അടച്ചിട്ടിട്ടാണ്. അപ്പോൾ ഞാൻ എന്റെ ഈ ബുദ്ധിമുട്ട് ആരോട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരു മൈൻഡിൽ ഞാൻ ഫോൺ എടുത്തു വെച്ച് ക്യാമിന്റെ ഫ്രണ്ടിൽ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്ക് തോന്നി എന്റെ ഒരു സിറ്റുവേഷൻ കുറച്ച് പേര് അറിഞ്ഞോട്ടെ എന്നുള്ളൊരു മൈൻഡിൽ മാത്രം ഞാൻ അങ്ങനെ ആ വീഡിയോ അപ്ലോഡാക്കി. ഏകദേശം 2-3 മില്യൺ അങ്ങാണ്ട് ആൾക്കാർ കണ്ടു അത് വീഡിയോ. പിന്നെ ആൾക്കാരെ ഏറ്റെടുക്കാൻ വേണ്ടി തുടങ്ങി. ആ ഒറ്റ വീഡിയോ തന്നെ ഏകദേശം ഒരു 10-12K ഫോളോവേഴ്സ് കണ്ട് കയറിയായിരുന്നു. ആ വീഡിയോയിൽ എന്തായിരുന്നു ആദ്യം പറഞ്ഞത്? മ്യൂട്ട് ചെയ്ത് പറഞ്ഞാൽ മതി. തെറിയാണോ? തെറി മ്യൂട്ട് ചെയ്താൽ മതി. തെറി ഞാൻ ഓർക്കണില്ല. അല്ല, തെറി വേണ്ട. എന്തായിരുന്നു കോർ കണ്ടന്റ്? ശരിക്കും ഞാൻ ഓർക്കുന്നില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതാണ് ആ പറയുന്ന ഫസ്റ്റ് വീഡിയോ. ഈ വീഡിയോയിൽ മുടിയൊക്കെ വല്ലാണ്ടായി, ഈ പറയുന്ന ആ വണ്ടിക്കകത്ത് വെച്ചിട്ട് ഷൂട്ട് ചെയ്താന്ന് പറയുന്നത്. അന്നേരത്തെ ആ ഒരു ദേഷ്യത്തിന്റെ പുറത്ത് ഉണ്ടായ ഒരു സംഭവം, ഇൻസിഡന്റ് ആണ്. അപ്പൊ ഏകദേശം ഒരു എത്ര മാസമായി കാണും? 8 മാസമായി കാണും. 8 മാസം. അങ്ങനെയാണ് ശരിക്കും ഇങ്ങോട്ടേക്ക് വരുന്നത്. തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിലേക്ക് കയറുന്ന തന്നെ ആ ഒരു വീഡിയോ കൊണ്ട് തന്നെ ഉള്ളത് പറയലുണ്ട്. ജീവിതം ഭയങ്കര ശോകമായിരുന്നു. എൻ്റെ ലൈഫ് മൊത്തം ഒരു എന്താ പറയാ, ഒരു സാധാരണക്കാരനെ ചിന്തിച്ചു പോലും നോക്കാൻ പറ്റാത്ത ലെവലിൽ അത്രയും ഡൗൺ ആയി കിടന്ന ഒരാളാണ് ഞാൻ. അപ്പോ എന്താ പറയാ, ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ തന്നെ തെറി വിളിക്കാത്തതായി വളരെ ചുരുക്കം പേരുള്ളൂ എന്ന് എനിക്ക് തോന്നണേ. അപ്പൊ തെറിവിളി ഒരു വലിയ കാര്യമല്ലല്ലോ. മൂക്കുത്തിയുടെ ജീവിതത്തിലേക്ക് ഞാൻ വരാം. പക്ഷെ ഈ ജീവിതത്തിൽ വരുന്നതിന് മുമ്പ് ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ കഴിഞ്ഞ 2 ദിവസം കൊണ്ടുള്ള സന്തോഷം ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഉണ്ടാക്കിയ ഒരു ഇമ്പാക്ട് പോകുകയും ലൈഫേ വേണ്ടാന്ന് വെക്കുകയും ചെയ്യുന്ന ഒരു സീൻ ഉണ്ടായിട്ടുണ്ട്. ആ സീനിന് ഇതൊരു കാരണമായിട്ടുണ്ട്. അപ്പൊ അതൊന്ന് എന്നോടൊന്ന് പറയാവോ, എന്തായിരുന്നു? തീർച്ചയായിട്ടും. അതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മുടെ ശത്രുക്കളെ നമുക്ക് വേണമെങ്കിൽ സ്നേഹിക്കാൻ പറ്റും, അവരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അവരെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ശത്രുക്കളെ. ഓക്കെ, പക്ഷെ ഒരിക്കലും നമ്മളെ മിത്രങ്ങളെ വിശ്വസിക്കാൻ കൊള്ളില്ല. ഓക്കെ, വിശ്വസിച്ച് കൂടെ നിന്ന് കഴിയുമ്പോൾ ലാസ്റ്റ് താങ്ങി തന്നിട്ട് പോകുന്ന അമ്മമാരായിരിക്കും. അങ്ങനെയൊക്കെയാണ്. എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഞാൻ ചെന്ന് കയറുന്ന സമയത്ത് ഞാൻ അങ്ങനെ ആരുമായിട്ടും, പ്രത്യേകിച്ച് എൻ്റെ സ്വഭാവത്തിൽ ഞാൻ ആരുമായിട്ട് ഇൻട്രാക്ട് ആക്കാൻ പോകാറില്ല. കുറച്ചങ്ങ് കഴിഞ്ഞ് കുറച്ച് നല്ല ഫ്രണ്ട്ഷിപ്പൊക്കെ ആയി അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ എനിക്ക് അങ്ങനെ വന്ന വളരെ ചുരുക്കം വിരലെണ്ണാൻ ഭാഗത്തിന് വന്ന കുറച്ച് നല്ല കൂട്ടുകാരന്മാരുണ്ടായിരുന്നു. ഇപ്പൊ ആ കൂട്ടുകാരന്മാരിൽ പകുതിയോളം പേരിൽ ഞാൻ മിണ്ടാറുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ട് ചെറിയൊരു സൗന്ദര്യപ്പണക്കത്തിൽ മിണ്ടായിരിക്കണം. നമുക്ക് എല്ലാവർക്കും ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ട്സിനെ നിന്ന് ക്യാഷും കാര്യങ്ങളും ചോദിക്കാറുണ്ട്, മേടിക്കാറുണ്ട്, തിരിച്ച് കൊടുക്കാറുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എൻ്റെയും ഈ പറയുന്ന ഷസാമിൻ്റെയും പറയുന്ന വിക്കിയുടെയും
ഇഷ്യൂസ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ തന്നെ ഇങ്ങനെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുക. എന്താണ് ഷസാമുമായിട്ടുള്ള ഇഷ്യൂ? ചേച്ചി, ഷസാമായിട്ടുള്ള ഇഷ്യൂ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ് സത്യം പറഞ്ഞാൽ. ഞാൻ റീസെന്റ് ആയിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയോ നല്ല കണ്ടന്റ് ആയതുകൊണ്ട് ആൾക്കാരിലേക്ക് ഒരുപാടായിട്ട് ഷെയർ പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കണ്ടന്റ് ആയിട്ടുള്ള വീഡിയോ ആയതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 5 million സംതിങ് റീച്ച് ആയ വീഡിയോക്ക്. അപ്പോൾ ഷസാമിന്റെ ഫീഡിൽ അങ്ങോട്ട് കിടന്ന ആ വീഡിയോ ഇവനെടുത്ത് വളരെ ഫണ്ണാന്നുള്ള രീതിയിൽ തന്നെ ഇവൻ ആ വീഡിയോ റിയാക്ട് ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷെ ആക്ച്വലി എന്നെ സംബന്ധിച്ച് ചേച്ചിക്ക് അറിയാം, എനിക്ക് അങ്ങനെ ഒത്തിരി ഫോളോവേഴ്സ് ഒന്നുമില്ല, 100K പോലും റീച്ച് ആയിട്ടില്ല, വളർന്നു വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയും വലിയ സെലിബ്രിറ്റി ആയിട്ട് നിൽക്കുന്ന ഇങ്ങനെ ഒരാള്, പുള്ളിയുടെ രീതിയിൽ വളരെ ഫണ്ണായിരിക്കാം, പക്ഷെ പുള്ളിയെ റിയാക്ട് ചെയ്ത ആ ഒരു രീതി കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും. എന്താ പറയുക, ഒന്ന് അടിച്ച് താഴ്ത്തണം, ഇവൻ എന്താണ് ഒട്ടും ഇതല്ല, അങ്ങനത്തെ ഒരു രീതിയിൽ ഒന്നും അല്ലാത്ത രീതിയിൽ ഒരുമാതിരി കൊച്ചാക്കും കളിയാക്കും ചെയ്യുന്ന രീതിയിൽ ഇത്രയും സമൂഹത്തിന്റെ മുന്നിൽ ഏകദേശം അവന്റെ സ്റ്റോറി വ്യൂസ് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 6-7 ലക്ഷം പേരെങ്കിലും കാണുമായിരിക്കും ഏകദേശം മിനിമം. ഓക്കെ, അപ്പോ അത് അത്രയും കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ആദ്യമേ വളരെ സന്തോഷമായിരുന്നു. എനിക്ക് നല്ല റെസ്പെക്ട് ഉണ്ടായിരുന്നു ആ മനുഷ്യനോട്. കാരണം ഞാൻ ആദ്യകാലത്ത് ഇട്ടുകൊണ്ടിരുന്ന വീഡിയോയിൽ ഏകദേശം 8 million അങ്ങോട്ട് കയറിയ വീഡിയോക്കകത്ത്, മോട്ടിവേഷൻ വീഡിയോക്കകത്ത് ഇയാൾ വന്ന് കമന്റ് ഒക്കെ ഇട്ടുണ്ടായിരുന്നു. ഷസാം ബ്രോ വന്ന് കമന്റ് ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായിരുന്നു ഇട്ടിരുന്നത് നോക്കുന്നുണ്ടോ? ഒരു 6-7 മാസമായെന്ന് തോന്നുന്നു. അപ്പൊ അത് ഈ പുള്ളി എന്റെ ആ ആദ്യകാല വീഡിയോയിൽ കമന്റ് ബോക്സിൽ ചിരിക്കുന്നേയും ലവ് ചിഹ്നം തരുന്നേയും കമന്റ് അത്രയും ഭാഗം ക്രോപ്പ് ചെയ്തെടുത്ത് നമ്മുടെ ഒരു ഫ്രണ്ട് യൂട്യൂബർ അവന്റെ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ട്രോൾ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം അതിന് ഒരു 1 lakh മേളിൽ വ്യൂസ് ഒന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാനും അങ്ങനെ കണ്ടത്. എല്ലാവർക്കും അറിയാം കാര്യങ്ങളും സിറ്റുവേഷനൊക്കെ എല്ലാവർക്കും അറിയാം, എന്താണ് ഈ റീസണും കാര്യങ്ങളെന്നൊക്കെ എല്ലാവർക്കും അറിയാം. സത്യം പറഞ്ഞ ചേച്ചി, ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ അങ്ങനെ ആരെയും പേഴ്സണലി അറ്റാക്ക് ചെയ്യാനോ ഹേർട്ട് ചെയ്യാനോ ഞാൻ വീഡിയോ ചെയ്യുന്നൊരു മനുഷ്യനല്ല. എൻ്റെ കോണ്ടന്റ് ടോക്സിക് മോട്ടിവേഷൻ ആണ്. സോ അതിൽ ബേസ് ആണ് ഞാൻ പോകുന്നത്. ഞാൻ അങ്ങനെ ആരെയും പേഴ്സണലായിട്ട് വിഷമിപ്പിക്കാൻ വേണ്ടി പോകാറില്ല. പക്ഷേ ഞാൻ ചെയ്യുന്ന കോണ്ടന്റുകൾ ഇഷ്ടപ്പെടാതെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് കേട്ടോ. ഈ പറയുന്ന സായിപ്പ്, തൊപ്പി, ഇവരൊക്കെ എൻ്റെ വീഡിയോ റിയാക്ട് ചെയ്തിട്ടുണ്ട്. സായിപ്പ് എൻ്റെ ഫ്രണ്ടാണ്, പേഴ്സണലി ഞങ്ങൾ അങ്ങോട്ടും കൊണ്ട് അറിയാം. തൊപ്പിയായിട്ട് എനിക്ക് അങ്ങനെ ഇൻട്രാക്ഷൻ ഇല്ലെങ്കിൽ പോലും ഈ പറയുന്ന അച്ചായനും മാക്കും അവരൊക്കെ ആയിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് എനിക്ക്. അങ്ങനെയായിട്ട് തൊപ്പി കോൺടാക്ട് ഉണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ അവർ റിയാക്ട് ചെയ്തിട്ടുണ്ട്. തൊപ്പി തന്നെ പറയുന്നുണ്ട്, തൊപ്പിയുടെ ലൈവ് സ്ട്രീമിൽ റിയാക്ട് ചെയ്യുന്ന നേരത്തെ ഡിസ്കോഡിൽ എൻ്റെ വീഡിയോ ഉണ്ടാവാൻ പറയുന്നുണ്ട്. ഇവൻ പറയുന്നതിൽ കാര്യമുണ്ട്, ഇവന്റെ മോട്ടിവേഷൻ അടിപൊളിയാണ്, നൈസാണ്, അവൻ തന്നെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ സമൂഹം നമ്മൾ ഏറ്റെടുക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് ശരിയാണെന്ന്, ഞാൻ പറയുന്ന കാര്യം ഞാൻ തെറി പറഞ്ഞാൽ പോലും, ഇവൻ എൻ്റെ കണ്ടന്റിൽ തെറി ഉണ്ടെങ്കിൽ പോലും ഞാൻ പറയുന്ന കാര്യം ശരിയാണെന്ന് മനസ്സിലാക്കാനുള്ള മിനിമം ഒരു സെൻസ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഞാൻ പറയുന്ന കാര്യം ശരിയാണെന്ന്. അപ്പോൾ നമ്മളെ മനസ്സിലാക്കി സ്നേഹിക്കുന്നവരുണ്ട്, പക്ഷെ നമ്മുടെ ഈ റീച്ച് കണ്ട് നമ്മളെ ഇഷ്ടപ്പെടാതെ വെറുക്കുന്നവരുണ്ട് ചേച്ചി. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന സായിപ്പും തൊപ്പിയൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്താൽ പോലും ഒരുപക്ഷെ ഈ ഷസാമിന് എന്താ പറയുക, ഞാൻ ഇപ്പം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഫണ്ണായിട്ട് തോന്നും. പക്ഷെ എങ്കിൽ പോലും എൻ്റെ സോഷ്യൽ മീഡിയയിലെ റീച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചാൽ വലിയ കാര്യമാണ്, ഉള്ള കാര്യം പറയാലോ. കാരണം ഞാൻ വളരെ കുറച്ച് പോസ്റ്റുകൾ മാത്രമേ ഇട്ടുള്ളൂ, ഏകദേശം ഒരു 79-80 പോസ്റ്റുകൾ മാത്രമേ ഇട്ടുള്ളൂ. ഈ 80 പോസ്റ്റിൽ നിന്നാണ് ഏകദേശം ഒരു 87-90K സംതിങ് ഫോളോവേഴ്സ് എനിക്ക് കിട്ടിയത്. 90,000 ഫോളോവേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യം തന്നെയാണ്. ഓക്കെ, ഒരുപാട് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആഗ്രഹിക്കുന്ന ഒരു പൊസിഷൻ തന്നെയാണ് ഒരു 80K അല്ലെങ്കിൽ ഒരു 90K. അപ്പോൾ എനിക്കത് വളരെ എന്താ പറയുക സന്തോഷമായിട്ട് തന്നെ തോന്നുന്നത്. അപ്പോൾ എൻ്റെ ഫോളോവേഴ്സ് കുറവാണെങ്കിൽ പോലും ഞാനിടുന്ന ഓരോ കണ്ടന്റ്സ് ഭയങ്കര റീച്ചാണ്, എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്, വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഈ പറയുന്ന ഓൾഡ് കണ്ടന്റേഴ്സ് ഇല്ലേ, ഈ പറയുന്ന സീനിയേഴ്സ് ആയിട്ടുള്ള ഈ സെലിബ്രിറ്റീസ് ഒക്കെ ഇല്ലേ, സീനിയേഴ്സ് ആയിട്ടുള്ള ഈ സെലിബ്രിറ്റീസ്, ഈ ഷസാം ആണെങ്കിൽ പോലും അയാളൊരു ഐഫോൺ വിരോധി ആണെങ്കിൽ പോലും ഇയാളെ ഇറക്കി റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്യാറുണ്ട്. പുറത്തെ രാജ്യത്തെ ആൾക്കാരും പിന്നെ എന്താ പറയുക, സമൂഹത്തിൽ എല്ലാവരും വെറുക്കപ്പെടുന്ന ഒരാൾക്കാരെ മാത്രമേ ഇയാൾ തെരഞ്ഞെടുത്ത് റിയാക്ട് ചെയ്യാറുള്ളൂ. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഓക്കെ, പക്ഷേ ഈ പറയുന്ന ഷസാം എന്ത് കാരണത്തിലാണ് എൻ്റെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുന്നത് എനിക്കറിയാൻ പാടില്ല. പുള്ളിക്കാരൻ മനഃപൂർവ്വം എൻ്റെ ലൈഫിൽ ഒരു പേഴ്സണലായിട്ട് എൻ്റെ ലൈഫിൽ ഒരു എന്താ പറയുക ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിക്കാൻ വേണ്ടിയാണോ, എൻ്റെ ലൈഫിൽ ഒരു പ്രശ്നങ്ങൾ വരുത്തി തീർക്കാൻ വേണ്ടിയാണോ, ഇങ്ങനെ എനിക്കെല്ലാവരിൽ നിന്ന് എനിക്കൊരു ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യിക്കാൻ വേണ്ടിയാണോ എൻ്റെ വീഡിയോ ഇങ്ങനെ റിയാക്ട് ചെയ്തെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ ആ വീഡിയോ കണ്ട സമയത്ത് ഇയാളെ എന്നെ കൊച്ചാക്കുന്ന രീതിയിലും വളരെ മോശമായിട്ട് കളിയാക്കുന്ന രീതിയിലും എന്താ പറയുക, ഇനി ഇവൻ സോഷ്യൽ മീഡിയയിൽ വളരാൻ പാടില്ല, ഇവനെ വളരാൻ അനുവദിക്കാൻ പാടില്ല, അങ്ങനെ ഇവന്റെ ഫാൻസ് ആയിട്ടുള്ള ഒരുപാട് പേരെടുത്ത് ഇവനിങ്ങനെ എൻ്റെ വീഡിയോ റിയാക്ട് ചെയ്തിട്ട് വളരെ മോശമായിട്ടുള്ള രീതിയിൽ എൻ്റെ വീഡിയോ റിയാക്ട് ചെയ്തു. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ അടുത്ത് ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അയാളോട് റെസ്പെക്റ്റ് പോയായിരുന്നുള്ളത് പറയാലോ. ഞാൻ മനസ്സിൽ എനിക്ക് വിഷമം ഉണ്ടാവുക ചെയ്തു സത്യം പറഞ്ഞാൽ. ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് പേര് എനിക്ക് ഇൻസ്റ്റയിൽ ഈ വീഡിയോ അയച്ചു തന്നു, ഇവിടെ സ്റ്റോറി അയച്ചു തന്നു. അപ്പോൾ ഞാൻ നോക്കി വെച്ചപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമായി പോയി. എന്നെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും വേണ്ട, എന്നെ സപ്പോർട്ട് ചെയ്യണ്ട, ഇയാൾക്ക് എൻ്റെ വീഡിയോ കാണാൻ ഇഷ്ടമില്ലെങ്കിൽ കാണണ്ട, പൊക്കോട്ടെ, ഞാൻ ആരും നിർബന്ധിച്ചിട്ടില്ല. എൻ്റെ വീഡിയോ കാണാൻ ഇഷ്ടമുള്ളവർ മാത്രം കണ്ടായി, അല്ലെങ്കിൽ ആരും കാണണ്ട, എനിക്ക് ഒരു കുഴപ്പമില്ല. ഓക്കെ, ഞാനിടുന്ന വീഡിയോയിൽ
തെറിവിളി ഉണ്ട്, പ്രശ്നമാണ് എങ്കിൽ, ഞാനൊരു നെഗറ്റീവ് പേഴ്സൺ ആണ് സോഷ്യൽ മീഡിയ എങ്കിൽ, ഈ പറയുന്ന ഞങ്ങളുടെ നാട്ടിലുള്ള സ്റ്റേഷനിലോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലൊക്കെ ഞാൻ പണ്ടേ ചെല്ലേണ്ടതാണ്. എനിക്ക് വയലൻസ് കിട്ടേണ്ടതാണ്. ഞാൻ ഭയങ്കര വീടായിട്ട് സംസാരിക്കുന്ന ഒരാളാണെങ്കിൽ എനിക്ക് വയലൻസ് കിട്ടേണ്ടതാണ്, എനിക്കിനി വീഡിയോസ് ഇടാൻ പറ്റില്ല എന്ന രീതിയിൽ സംസാരിക്കേണ്ടതാണ്. പക്ഷേ ഈവൻ എൻ്റെ ചേച്ചി എൻ്റെ നാട്ടിലല്ല, എൻ്റെ നാട്ടിലാണെങ്കിലും അല്ലെങ്കിൽ അപ്പുറമുള്ള നാട്ടിലാണെങ്കിലും എനിക്ക് പോലീസുകാരന്മാർ വരെ ഫാൻസ് ഉണ്ട്. ചേച്ചിക്കറിയോ, ഞാൻ കള്ളം പറയുന്നില്ല. ഒരുപാട് പേര്, ഒരുപാട് എന്താ പറയുക, ആൾക്കാർ എന്നെ സ്നേഹിക്കുന്നവരുണ്ട്. ഓക്കെ, നീ പറയുന്നത് എൻ്റെ അടുത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. തൊടുപുഴ സർക്കിളിലെങ്ങാണ്ട് വർക്ക് ചെയ്യുന്ന സാറന്മാർ രണ്ടുപേരും വന്ന് എന്നെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, നീ തെറി വിളിക്കുന്നുണ്ടെങ്കിൽ പോലും നീ പറയുന്ന കണ്ടന്റിൽ കാര്യമുണ്ട്, അതാണ് ഞങ്ങൾക്ക് നിന്നെ ഇഷ്ടം എന്നുള്ള രീതി പറഞ്ഞു. ഓക്കെ, പിന്നെ എന്തുകൊണ്ട് ഈ ഷസാമിനെ ഇഷ്ടപ്പെടാത്ത കാരണം എനിക്കറിയത്തില്ല. ഷസാം എൻ്റെ ആ വീഡിയോ റിയാക്ട് ചെയ്ത ഒറ്റ കാരണത്തിൽ ഇന്ന് എൻ്റെ ലൈഫ് ഭയങ്കര ശോകമായിട്ടാണ് പോകുന്നത്. സത്യം പറയാം, എനിക്ക് പുറത്ത് എന്താ പറയുക, എനിക്ക് പുറത്ത് മുഖത്ത് മാസ്ക് വെക്കാണ്ട് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ഇപ്പം അവൻ്റെ ഫാൻസ് വല്ലതും പറയുമായിരിക്കും, ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ ഷസാമിൻ്റെ എന്താണ് ഒരു റിയാക്ട് ചെയ്ത വീഡിയോയ്ക്ക് തിരിച്ചും റിയാക്ഷൻ കൊടുത്തല്ലോ. തീർച്ചയായിട്ടും ഞാൻ കൊടുത്തു. ആ റിയാക്ഷൻ കൊടുത്തതിന് ശേഷം എന്തായിരുന്നു സംഭവിച്ചത് ശരിക്കും? ചേച്ചി, ഞാൻ പറഞ്ഞ ചേച്ചി, എന്നെ അങ്ങനെ റിയാക്ട് ചെയ്തപ്പോൾ ഞാൻ ഇപ്പോഴേ ഒരു കാര്യം പറയാം, അപ്പോൾ നിങ്ങളെല്ലാവരും കേൾക്കാൻ വേണ്ടി ഒരു കാര്യം പറയാം. ഞാൻ റീസെൻ്റ് ആയിട്ടൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു ഞാൻ ഷസാമിൻ്റെ. ഞാൻ ആ റിയാക്ഷൻ ചെയ്ത വീഡിയോ, എൻ്റെ വീഡിയോ ഞാൻ ഇട്ട് അതിന് ഷസാം റിയാക്ട് ചെയ്തു. ആ റിയാക്ട് ചെയ്ത വീഡിയോ ഞാൻ തിരിച്ചെടുത്ത് ഞാൻ റിയാക്ട് ചെയ്തു എൻ്റേതായുള്ള രീതിയിൽ. അപ്പം ഞാൻ ചെയ്ത എൻ്റെ ഭാഗം കൊണ്ടൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവൻ്റെ അച്ഛനെ ഞാൻ വിളിച്ചിട്ടില്ല. പക്ഷേ കണ്ടന്റ് ബേസിൽ എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളത് ഞാൻ അവനെ അച്ഛനെ തെറി വിളിച്ചു, അവൻ്റെ അച്ഛനെ ഞാൻ തെറി വിളിച്ചു എന്നുള്ള രീതിയിലാണ് നിൽക്കണേ. ഞാൻ നിൻ്റെ തന്തയാടാ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, അത് എഡിറ്റേഴ്സ് ചെയ്യുമ്പോൾ കുറേ പേര് ആ വീഡിയോ റീസെൻ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കേട്ടോ, കാരണം ഈ ഒരു ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ. അങ്ങനെ ഞാനത് പേഴ്സണലി ഞാൻ ആ വീഡിയോയ്ക്ക് തന്നെ പറഞ്ഞു, ഞാൻ ഷസാം ബ്രോ, ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ വെച്ച് ഞാൻ എടുത്തിട്ടുള്ളൂ. ഇപ്പം വിക്കി എന്നെ റിയാക്ട് ചെയ്ത വീഡിയോ ആണെങ്കിൽ പോലും അവനും ഞാനും പേഴ്സണലായിട്ട് സംസാരിച്ചിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അവനൊരു കുഴപ്പമില്ല, എനിക്കൊരു കുഴപ്പമില്ല, ഞങ്ങൾ ആ ഒരു മൈൻഡിൽ എടുക്കത്തുള്ളൂ. ഞങ്ങളിത് ജസ്റ്റ് ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കത്തുള്ളൂ. അവന് മനസ്സിലാക്കാനുള്ള ബോധമുണ്ട്, എനിക്ക് മനസ്സിലാക്കാനുള്ള ബോധമുണ്ട്. ഷസാം ബ്രോ അങ്ങനെയല്ലേ കേട്ടോ. ഷസാമിനെ ഞാൻ അച്ഛന് തെറി വിളിച്ചത് ആണെന്നൊക്കെ പിള്ളേരുടെ അടുത്തൊന്ന് പറഞ്ഞു. അപ്പം ആരും എന്നോട് പറഞ്ഞില്ല ഷസാമിനെ തെറി വിളിച്ചതിന് നീ സോറി പറയാൻ, ആരും എന്നോട് പറഞ്ഞില്ല. പക്ഷെ എങ്കിൽ പോലും എൻ്റെ ഒരു മര്യാദയ്ക്ക് ഞാനായിട്ട് തന്നെ പോയി, സോഷ്യൽ മീഡിയയിൽ ഞാനായിട്ട് തന്നെ പോയി. എനിക്കും എന്നെ സ്നേഹിക്കുന്ന കുറച്ച് ഫാൻസ് ഉണ്ടല്ലോ, പക്ഷെ ഇവരുടെയൊക്കെ ആ സ്നേഹം പോലും ഞാൻ മനസ്സിലാക്കാതെ ഞാൻ തന്നെ സോറി പറഞ്ഞു. വിക്കിയോടും സോറി പറഞ്ഞു, ഷസാമിനോട് സോറി പറഞ്ഞു. ഞാൻ പറഞ്ഞു, ബ്രോ, ഞാൻ പറഞ്ഞത് എന്തെങ്കിലും നിങ്ങൾക്ക് ഹേർട്ടായിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം, ഞാൻ മാപ്പ് പറയാൻ തയ്യാറാണ്, സോറി എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോഴും ഞാൻ പറയാം, എനിക്ക് അവരോട് യാതൊരു പരിഭവമില്ല, ദേഷ്യമില്ല. എനിക്ക് അവരോട് എന്താ പറയുക, ഞാൻ അവരെ ചീത്ത വിളിച്ചാൽ അവർക്ക് ഫീൽ ആയിട്ടുണ്ടെങ്കിൽ സോറി എന്ന് ഞാൻ പറയാം. എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഇത് പേടി കൊണ്ട് പറയുന്നതല്ല, എൻ്റെ ഒരു മര്യാദ കൊണ്ടും മാത്രം ഞാൻ പറയുന്നത്. ഓക്കെ, കാരണം എന്താ പറയുക, മാതാപിതാക്കളെ തെറി വിളിക്കേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ എൻ്റെ ഒരു ഫ്രസ്ട്രേറ്റഡ് ആയിരുന്ന സമയത്ത് ഞാൻ അത് തെറി വിളിച്ചതായിരിക്കാം. ഓക്കെ, അപ്പോൾ അതിന് മാത്രമാണ് ഞാൻ അയാളുടെ അടുത്ത് സോറി പറയാൻ തയ്യാറാന്ന് പറയുന്നത്. ഇപ്പോൾ പിന്നെ വിക്കി എന്നെ റിയാക്ട് ചെയ്ത വീഡിയോയിൽ വിക്കി ലാസ്റ്റ് എന്നെ പറയുന്നൊരു വാക്ക് താവൂട്ടിയ. ഓക്കെ, അപ്പോൾ ആ താവൂട്ടി പറയുന്നതിൻ്റെ അർത്ഥം ചുരുക്കമൊന്നുമല്ല, ഏകദേശം ഒരു എന്താ പറയുക 500,000 പീപ്പിളിനെങ്കിലും അറിയായിരിക്കും. ഓക്കെ, അതിൻ്റെ അർത്ഥം എന്താണ്. അപ്പോൾ എന്നെ താവൂട്ടി അവസാനം അവൻ എന്താ പറയുക, വിക്കി വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും അവൻ ഒരു ഫൺ ക്യാരക്ടർ. സത്യം പറഞ്ഞാൽ വിക്കി ഭയങ്കര എന്താ പറയുക ജെന്യുവൻ ആയിട്ടുള്ള പേഴ്സൺ ആണ്, അവൻ പാവമാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാനും തിരിച്ച് ആ ഒരു കണ്ടന്റിന്റെ ബേസിൽ മാത്രം ഞങ്ങൾ സംസാരിച്ചായിരുന്നു. അളിയാ, നീ എന്നെ തെറി വിളിച്ചു, താവൂട്ടി തെറി വിളിച്ചു, ഞാനും തിരിച്ച് അതുപോലെ തന്നെ പറയാം, നിനക്ക് വിഷമാവുമല്ലോ, നീ ചെയ്യളിയാന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ ഞാനും തിരിച്ച് അത്ര പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, പിന്നെ ഇത് എങ്ങനെയാണ് ഈ സ്പോർട്സ്മാൻ സ്പിരിറ്റ് മാറിയിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്നലെ എന്നെ വിളിച്ച് കരഞ്ഞിട്ട്, അല്ലെങ്കിൽ ഞാൻ ജീവിതം അവസാനിപ്പിക്കുവാണെന്ന് എൻ്റെ അടുത്ത് കരഞ്ഞോണ്ടാണ് പറയുന്നത്. കുറേ നേരം ഞാൻ 10 മിനിറ്റോളം സംസാരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ കഴിഞ്ഞ 2 ദിവസമായി ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒന്ന് കിടന്നുറങ്ങിയിട്ട്, 2 ദിവസം ഞാൻ കിടന്നുറങ്ങിയിട്ട്. സത്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനായിട്ട് ചേച്ചി ഒന്ന് മനസ്സിലാക്കണം, ഞാൻ ആരടുത്തും കള്ളത്തരം ചെയ്യാനോ ഒരു പ്രശ്നത്തിനോ ഞാൻ പോകാത്തൊരു മനുഷ്യനാണ്. ഓക്കെ, എന്നിട്ട് ഈ ഷസാം ബ്രോ ഇദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ അദ്ദേഹം ലൈവ് വന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവൻ എന്നെ ചീത്ത വിളിച്ചതിന് ഞാൻ വേറെ ഒരു പ്രശ്നത്തിനും പോകില്ല, ഞാൻ വേറെ ഒരു കാര്യത്തിനും പോകില്ല, അവൻ്റെ അക്കൗണ്ട് ബാൻ ആക്കാൻ പോകില്ല, ഞാൻ വെരിഫൈഡ് ആണ്, എങ്കിൽ പോലും ഞാൻ അവൻ്റെ അക്കൗണ്ട് ബാൻ ആക്കാൻ പോകില്ല, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഞാൻ സംസാരിക്കത്തുള്ളൂ. ഓക്കെ, ദാറ്റ്സ് നൈസ്, എനിക്ക് കുഴപ്പമില്ല. അപ്പോൾ അവന് നല്ലോണം ചങ്കുറപ്പുള്ളൊരു മനുഷ്യനെ എനിക്ക് മനസ്സിലായി. നമ്മൾ സംസാരിക്കും, നേരിട്ട് കണ്ട് സംസാരിക്കും, പ്രശ്നം സോർട്ട് ഔട്ട് ചെയ്യും, ദാറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. പക്ഷേ വേറെ റീസൺ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിവൻ്റെ മനസ്സിൽ പകയായി കിടക്കുമെന്നും ഒരു വിദ്വേഷം ഉണ്ടാക്കുമെന്നും ഇവൻ്റെ ലൈഫിൽ ഇത് കുറേ ഇമ്പാക്റ്റ് ചെയ്യുന്നു. എന്നെപ്പോലുള്ള വളരെ എന്താ പറയുക നിസ്സാരക്കാരനായ ഒരു സാധാരണക്കാരൻ ഒരു വീഡിയോ ഇവൻ്റെ അടുത്ത് റിയാക്ട് ചെയ്ത്
കുറെ പേര് ട്രോളായിട്ട് എടുത്ത് ഇവന്റെ ലൈഫിൽ അത് വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കും നീ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം ഇതിനേക്കാളൊക്കെ അപ്പുറം ട്രോളുകളും വേറെ രീതിയിലുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഇവന്റെ ലൈഫിൽ വന്നിട്ടുണ്ടായിരിക്കാം. ഓക്കെ, അതൊന്നും പ്രശ്നമല്ല. പക്ഷെ എന്നെ പോലെ ഒരു സാധാരണക്കാരൻ ഞാൻ വളരെ സത്യം പറയാൻ ഞാൻ ഇപ്പോഴും ചേച്ചിയോട് പറഞ്ഞല്ലോ, ഞാൻ വളരെ ഫണ്ണായിട്ട് ചെയ്ത കാര്യമാണ്. അവനും ഫണ്ണായിരിക്കാം, ഞാനും ഫണ്ണായിരിക്കാം, അങ്ങനെ ചെയ്ത വീഡിയോ ആണ്. പക്ഷെ ഇത് ഇത്ര ഇമ്പാക്ട് ഉണ്ടാക്കാൻ ഒരിക്കലും കരുതിയില്ല കേട്ടോ. അതിലിപ്പോൾ എല്ലാവരും കണക്കാക്കുന്ന ഏറ്റവും വലിയ കുറ്റക്കാരൻ ഞാനാണെന്നാണ്. പക്ഷെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മര്യാദയ്ക്ക് ആരെയും റിയാക്ട് ചെയ്താൽ പോയിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ്. എൻ്റെ വീഡിയോ എടുത്ത് വെറുതെ അനാവശ്യമായിട്ട് റിയാക്ട് ചെയ്യും, ഒരു ആവശ്യമില്ല അദ്ദേഹത്തിന്. റിയാക്ട് ചെയ്യും, ഞാൻ ആ തിരിച്ച് റിയാക്ട് ചെയ്യും. അവിടെ തൊട്ട് തുടങ്ങിയ പ്രശ്നം വിക്കി തക്കിലേക്ക് എത്തുകയും വിക്കി തക്കി എൻ്റെ വീഡിയോ എടുത്ത് വീണ്ടും റിയാക്ട് ചെയ്യും. ഒരു പ്രശ്നമുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഷസാമിനെ റിയാക്ട് ചെയ്യുന്ന വീഡിയോ വിക്കി എടുത്ത് റിയാക്ട് ചെയ്തു. അങ്ങനെ വിക്കി എന്നെ താവൂട്ടി തെറി വിളിച്ചു. അതെനിക്ക് നല്ലോണം കൊണ്ടു. കാരണം അവൻ്റെ വീഡിയോ ഏകദേശം ഒരു 34 lakhs സംതിങ് ആൾക്കാരത് കണ്ടായിരുന്നു. അപ്പോൾ തിരിച്ചു പറഞ്ഞില്ലേ മോശമല്ലേ, നമ്മൾ ആമ്പിള്ളേരല്ലേ. ഞാനും തിരിച്ചു പറഞ്ഞു. അതൊക്കെ ഞങ്ങളൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്തോളൂ എന്നാണ് എൻ്റെ ഒരു തോന്നൽ കേട്ടോ. അവൻ അങ്ങനെ എടുത്തോളൂ, ഞങ്ങൾ സംസാരിച്ചപ്പോഴും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പക്ഷെ ഇത് ഷസാം അങ്ങനെയല്ല എടുത്തത്. ഷസാം അവന് പേഴ്സണലായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഇത്രയും ഫെയിമായിട്ട് നിൽക്കുന്ന ആളല്ലേ. നമ്മുടെ കൊച്ചി മെട്രോയിൽ തന്നെ അവൻ്റെ ഫ്ലെക്സ് ബോർഡൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവൻ അത്രയും പൊസിഷനിൽ വെക്കുന്ന ആളെ ഒരിക്കലും നമ്മളെപ്പോലുള്ള സാധാരണക്കാരൻ കൈ ചൂണ്ടി സംസാരിക്കാൻ പാടില്ല, തെറി വിളിക്കാൻ പാടില്ല, ഇയാളെ മോശക്കാരനെന്ന് പറയാൻ പാടില്ല. എല്ലാവരും എവരി വൺ എന്താ പറയുക, എല്ലാവരും അവൻ നല്ലൊരു പേഴ്സൺ ആണെന്ന് പറയണം. ഷസാം ഈസ് എ ഗ്രേറ്റ് ജെന്റിൽമാൻ എന്നൊക്കെ പറയണം. ഒരിക്കലും പറ്റില്ലാത്ത കാര്യം, ഉള്ള കാര്യം പറയാലോ. ഒരാൾ തെറ്റുകാരനാണെങ്കിൽ തെറ്റുകാരനെന്ന് മനസ്സിലാക്കാനുള്ള ബോധം വേണം. അല്ലെങ്കിൽ ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാതെ പോയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കയറി വന്നൊരു പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഓക്കെ ഫൈൻ, എൻ്റെ ഭാഗത്തെ മിസ്റ്റേക്കാണ്, ഞാൻ ചെയ്ത് തെറ്റാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധവും അത് പറയാനുള്ള ഒരു ബോധം ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. ഈ പ്രശ്നങ്ങൾ ഇവിടെ വരെ എത്തിച്ചേരില്ല. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആകപ്പാടെ റിയാക്ട് ചെയ്തിട്ടുള്ളത് 3 പേരെയാണ്. ഒന്ന് വിക്കീനെയും, ഒന്ന് ഷസാമിനെയും, പിന്നെ ഒരാളും ഉണ്ട്. അയാളുടെ പേര് പറയാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം അവർ പെൺകുട്ടിയാണ്. അയാളെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ റീച്ചിന് വേണ്ടി ഏത് ലെവൽ വരെ പോകാൻ പറ്റുക പറഞ്ഞിട്ടുള്ളതല്ലേ. അങ്ങനെ ഒരാളാണ്. ഓക്കെ, റീച്ച് കിട്ടാൻ വേണ്ടി എന്ത് വൃത്തികെട്ട പണിയും കാണിക്കാൻ ഒരു മടിയില്ലാത്ത ഒരു പെണ്ണാണ് അവള്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഞാൻ അവളെ സോഷ്യൽ മീഡിയയിലേയും കളിയാക്കി വിളിക്കാറുള്ളത് കളിക്കാരി എന്ന് പറഞ്ഞാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഒരു സ്ത്രീയെ കളിയാക്കി വിളിക്കാൻ പറ്റുക. സ്ത്രീയെ കളിയാക്കി വിളിക്കാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൾ എൻ്റെ അമ്മയ്ക്കും എൻ്റെ അച്ഛനെയൊക്കെ തെറി വിളിക്കുമ്പോൾ എനിക്ക് ഏകദേശം അങ്ങനെ വിളിക്കുന്നവർക്ക് എനിക്ക് കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നുന്നു. വിളിച്ച വീഡിയോ ഇപ്പോഴും നിലവിലുണ്ടോ? ഉണ്ടല്ലോ, എത്രയോ വീഡിയോകൾ റീസെന്റ് ആയിട്ട് കുറച്ച് വീഡിയോകളിലൊക്കെ എന്തോരം പറയുന്നുണ്ട്. പക്ഷെ അവള് പറയുന്നത് അങ്ങനെയല്ല. ഞാൻ ആ വീഡിയോ കണ്ടിരുന്നു. ഞാൻ ആ വ്യക്തിയെ പറയുന്നില്ല, പേരും പറയുന്നില്ല. ആ വ്യക്തിയുടെ വീഡിയോയിൽ പറയുന്നുണ്ട്, താങ്കൾ ഒരു സ്കാമറാണ്, ഏറ്റവും വൃത്തികെട്ട രീതിയിലാണ് വിളിച്ചിരിക്കുന്നത്. ഒരു സ്ത്രീയെ ഏറ്റവും കൂടുതൽ, അതായത് ഒരു സ്ത്രീയെ നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റാത്തത്ര ബാഡ് വേർഡ്സ് എന്നല്ല, അവരുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ്. ആരുമല്ല ഒരാൾക്ക് സ്വഭാവ സർട്ടിഫിക്കറ്റ് നൽകുന്നത്. ഞാനല്ല മൂക്കുത്തിക്ക് സ്വഭാവ സർട്ടിഫിക്കറ്റ് നൽകുന്നത്, മൂക്കുത്തിയല്ല എനിക്ക് സ്വഭാവ സർട്ടിഫിക്കറ്റ് തരുന്നത്. നമ്മൾ രണ്ടുപേരും അല്ല, നമ്മൾക്ക് ശരിയെന്ന് തോന്നുന്നതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം എങ്ങനെയാണ് മൂന്നാമതൊരാളെ ഈ പറഞ്ഞ പേരിൽ എങ്ങനെ വിളിക്കാൻ പറ്റും? അതിനകത്ത് തന്നെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. പറയാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ആ വീഡിയോ ഞാൻ കണ്ടിരുന്നു. ആ വീഡിയോയിൽ പറയുന്നത് ഏറ്റവും വൃത്തികെട്ട രീതിയിലാണ്. എങ്ങനെയാണ് നിങ്ങൾക്കത് സാധിക്കുന്നത്? അപ്പം നിങ്ങളുടേത് ഒരാൾ റിയാക്ട് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് ഫീൽ ആകുകയും നിങ്ങൾക്ക് മറ്റൊരാളെ അങ്ങനെ വിളിക്കാനുള്ള ഞാനൊരു പെൺകുട്ടീനെ മോശമായിട്ട് അത്രയ്ക്കും വില കുറച്ച് സംസാരിക്കുന്ന വീഡിയോ അവൾ അപ്ലോഡ് ആക്കിയിട്ടുണ്ടോ? ഞാൻ തെറി വിളിക്കണതോ അല്ലെങ്കിൽ പേഴ്സണലായിട്ട് അത്രയ്ക്ക് മോശമായിട്ട് സംസാരിക്കുന്ന വീഡിയോ എന്തെങ്കിലും അപ്ലോഡ് ആക്കിയിട്ടുണ്ടോ? അല്ല, ആ വ്യക്തി അങ്ങനെയാണോ അതിനകത്ത് പറഞ്ഞത്? ആ വ്യക്തി അങ്ങനെ പറഞ്ഞോട്ടെ. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ ചേച്ചി, അത് തെളിയിക്കേണ്ട നിങ്ങളുടെ മാത്രം ബാധ്യത. ശരിയാണ്, അതെ, ഞാൻ തെളിയിക്കാം. ഗെയിമർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളിക്കാരൻ. അപ്പോ ഒരു പെൺകുട്ടിയാണ് ഒരു ഗെയിം കളിക്കുന്നെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? കളിക്കാരി. ഞാൻ അത്രേ പറഞ്ഞോളൂ. അതെങ്ങനെ ഒരു തെറ്റേ മാറും എനിക്കറിയില്ല. ഷീസ് എ വെരി ഗുഡ് സ്ട്രീമർ. ഓക്കെ, അവള് നല്ല സ്ട്രീമറാണ്, നല്ല കളിക്കാരിയാണ്, നല്ല ഗെയിമറാണ്. സോ ഞാൻ പച്ചയായ മലയാളത്തിൽ സംസാരിക്കുന്നു, അത്രേ ഉള്ളൂ. ഞാൻ അവളെ മോശം ഇപ്പം നമ്മൾ മുന്നേ സംസാരിച്ച യൂട്യൂബർ താങ്കളെ കാണിച്ച ഒരു പുച്ഛഭാവം ഇപ്പൊ താങ്കൾക്കും ഉണ്ട് ആ കുട്ടിയെ കുറിച്ച് പറയുമ്പോൾ. ഒയ്യോ ഇല്ല, ഞാൻ അങ്ങനെ പറഞ്ഞല്ല. ആ പറഞ്ഞ വേർഡിങ്ങിൽ പോലും ഉണ്ട്. ചേച്ചി ഞാൻ പിന്നെ അങ്ങനെ വിളിക്കണം. അതായത് ആ വേർഡ്, ആ പറഞ്ഞ കളിക്കാരി എന്നുള്ളൊരു വേർഡ്, ലൈക്ക് ഇപ്പൊ പറഞ്ഞ ബോഡി ലാംഗ്വേജിൽ ആ ഒരു എക്സ്പ്രഷൻ ഉണ്ട്. ഞാൻ പറയണേ എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്കത് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ചിലപ്പോ ഉള്ളിന്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു നിങ്ങളുടെ പ്രശ്നമായിരിക്കാം.
പക്ഷേ ഞാൻ പറയുന്നത് നമ്മളൊരു മീഡിയത്തിന്റെ മുന്നിലാണ് നമ്മൾ സംസാരിക്കുന്നത്. തീർച്ചയായും, അപ്പോൾ അങ്ങനെ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞത് അതാണ്, നമ്മൾ ആദ്യം മുതലേ പറഞ്ഞു വരുന്നത്, നിങ്ങളെ പോലുള്ള ആളുകളെ കേൾക്കുകയും അത് റൈറ്റ് ആണെന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ ഇവിടെ ഇപ്പറയുണ്ട്. അവരിൽ നിങ്ങൾ എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത്? നിങ്ങൾ കൊടുക്കുന്ന മെസ്സേജുകളിൽ ഈ പറയുന്ന ഒരാളെ പുച്ഛിക്കാനുള്ള റൈറ്റ്സ്, ഒരാളെ തെറി വിളിക്കാനുള്ള റൈറ്റ്സ് ഒന്ന്, ഇപ്പം ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്, എന്താണ് മറ്റേ മുതലാളി എന്നെ ചീത്ത വിളിച്ചപ്പോൾ ആ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വിളിച്ചു. അതിനൊരു നമുക്ക് എവിടെയെങ്കിലും ഒരു ന്യായം പറയാൻ പറ്റും? ന്യായമല്ല, ഓക്കെ. അതായത് എനിക്ക് ഫ്രസ്ട്രേഷൻ വരുമ്പോൾ എൻ്റെ മേലുള്ള സീനിയേഴ്സ് എന്നെ പറയുമ്പോൾ ഡെഫിനറ്റ്ലി ഞാൻ റിയാക്ട് ചെയ്യും. ചിലപ്പോൾ ഞാൻ അതിഭീകരമായി പൊട്ടിത്തെറിച്ചിട്ടായിരിക്കും, ചിലപ്പോൾ അതിഭീകരമായി കരഞ്ഞിട്ടായിരിക്കും. രണ്ടും എൻ്റെ റിയാക്ഷനാ. വിട്ടുകളയാൻ പറ്റത്തില്ല. ചില സമയത്ത് ചീള് കേസ് അത് വിടാനെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം എൻ്റെ ഈഗോ സമ്മതിക്കത്തില്ല. എൻ്റെ ഈഗോസ് എപ്പോഴും എൻ്റെ ഈഗോസ് എപ്പോഴും എനിക്ക് ഹേർട്ടാവും. ഞാൻ എൻ്റെ കാര്യം മാത്രം കേട്ടോ പറയുന്നത്. മറ്റു പലരും പല രീതിയിലായിരിക്കും, കുറച്ചുകൂടെ മൊഡ്യൂൾ ആയിട്ടുള്ളവർ, അതായത് അവരെ തന്നെ മൊഡ്യൂൾ ചെയ്യുന്ന ആളുകളൊക്കെ ഭയങ്കര അതിനെ താത്വികമായിട്ട് അവൻ എന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമല്ല, അവൾ എന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമല്ല എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. പക്ഷേ ഒരു മൂക്കുത്തി പറഞ്ഞ പോലെ നമ്മളെ സാധാരണക്കാർക്ക് ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ല, ചിലപ്പോൾ ഞാൻ പൊട്ടിത്തെറിക്കുന്ന ചീത്തയായിരിക്കും, ചിലപ്പോൾ ചീത്ത മീൻസ് എന്തെങ്കിലും ഞാനത് റിയാക്ട് ചെയ്യും, ഇല്ല പുല്ല് വില കൊടുക്കത്തില്ല. അത് നമ്മുടെ ഒരു ഇതാണ്. പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങളെപ്പോലുള്ള ആളുകൾ, അത് നമ്മളുടെ ഒരു പ്രെമിസസിൽ നടക്കുന്നതാണ്. ഇപ്പം ഞാൻ പറയാം, നമുക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ എൻ്റെ ക്യാമറമാൻ എന്നോട് ചെയ്തത് ശരിയായില്ലെങ്കിൽ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിക്കും, താൻ എന്ത് പരിപാടിയാണ് കാണിച്ചേ, ശരിയായില്ലല്ലോ. ഒന്നെങ്കിൽ എനിക്കത് രണ്ട് രീതിയിൽ ചോദിക്കാം, ഇവിടെ വെച്ച് ചോദിക്കാം, നാലാളുടെ മുന്നിൽ നാണം കെടുത്താം, ഇല്ലെങ്കിൽ മാറ്റി വെച്ചിട്ട് എന്തോ നടയെ കാണിച്ചത് എന്ന് എനിക്ക് ചോദിക്കാം. അതിൽ ടോണും മാറ്റാം. എന്തോ നടയെ ചെയ്തത്, എന്താ ചേട്ടാ ചെയ്തത്, ടോണിലും ഉണ്ട് വ്യത്യാസം. ഞാൻ അതാ പറഞ്ഞ, ആ കുട്ടിയുടെ പേര് പറഞ്ഞപ്പോൾ ബോഡി ലാംഗ്വേജിൽ അത് വന്നിരുന്നു. അപ്പോഴാണ് അതായിരിക്കും ആ കുട്ടിക്കും റിഫ്ലക്ട് ചെയ്തത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പൊ ആ കുട്ടി ഇന്നലെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ഈ പറഞ്ഞ സ്കാമർ ഉണ്ട്, പിന്നെ ഈ പറഞ്ഞ മോശം വേർഡ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇത് അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ പറയുന്നത്, നിങ്ങൾ എന്തിനാണ് അങ്ങനെ ഒരാളെ കുറിച്ച് പറയുന്നത്? അതുകൊണ്ടല്ലേ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നലെ ഒരു പ്രശ്നം വരികയും നിങ്ങൾ അല്ലെങ്കിൽ ചേച്ചി ഞാൻ ജീവിതം അവസാനിപ്പിക്കാൻ പോവാണ്, എനിക്ക് വെളിയിൽ ഇറങ്ങാൻ പറ്റുന്നില്ല, താങ്കളുടെ ഫാമിലിയിലേക്ക് വരെ താങ്കളുടെ പെങ്ങളുടെ അത് ഈ ഒരു ഇഷ്യൂ ഉണ്ടല്ലോ കേട്ടോ, അത് ഈ ഒരു സ്ത്രീ ആയിട്ട് അല്ലെങ്കിൽ ഈ ഒരു പെൺകുട്ടിയായിട്ട് ബാധിക്കുന്ന ഒരു കേസിലല്ലേ എനിക്ക് അങ്ങനത്തെ സിറ്റുവേഷൻ വന്നത്. അത് ഞാൻ പറയാം. പക്ഷെ ആദ്യമേ ഞാൻ ഒന്ന് ക്ലിയർ ചെയ്തോട്ടെ. ഈ പറയുന്ന പെൺകുട്ടി, ഞാനിപ്പോ ചേച്ചിയോട് കാര്യം ചോദിക്കും, വേറെ ഒന്നുമല്ല, എന്നെ പറ്റി ഞാൻ ചെയ്യാത്ത ഒരു കാര്യത്തില് ഞാൻ മോശക്കാരനാണെന്ന് ചിത്രീകരിച്ച് സൊസൈറ്റിയുടെ മുന്നിൽ വന്ന ഒരാൾ സംസാരിച്ചു കഴിഞ്ഞാൽ, വാട്ട് എവർ ഇറ്റ് ഈസ്, ഒരു പെണ്ണായിക്കോട്ടെ ആണായിക്കോട്ടെ, എന്താ പറയുക, ഒരു പുരുഷനായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ, ഞാൻ തെറ്റുകാരനാണെന്ന്, ഞാൻ ചെയ്യാത്ത തെറ്റ് ഞാൻ ചെയ്തു എന്ന് പറഞ്ഞ് എന്നെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ച് സൊസൈറ്റിയുടെ മുന്നിൽ ഒന്ന് പറയുമ്പോൾ തിരിച്ച് ഞാൻ ചോദ്യം ചെയ്തിരിക്കും, ആരാണെങ്കിലും. ഓക്കെ, അതെൻ്റെ റൈറ്റ്സ് ആണ്, ഞാൻ ചോദിക്കും അത് എന്തായാലും. ഞാൻ അത്രേ ചോദിച്ചിട്ടുള്ളൂ. പക്ഷെ ഇതിൻ്റെ അകത്ത് വേറെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ആ കുട്ടീനെ കളിക്കാരി എന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നില്ല. ഷീസ് എ ഗെയിമർ, ഞാൻ ഇപ്പോഴും പറയാം, ഷീസ് എ ഗെയിമർ. ഓക്കെ, അപ്പോൾ ആ ഒരു പെൺകുട്ടി ഗെയിം കളിക്കുമ്പോൾ ഞാൻ കളിക്കാരി എന്നല്ലാണ്ട് വേറെ എന്ത് രീതിയിൽ ഞാൻ പറയണം? ഗെയിമർ എന്ന് തന്നെ പറയണം. ഓക്കെ ഫൈൻ, കുഴപ്പമില്ല, ഞാൻ ഗെയിമർ എന്ന് തന്നെ പറയാം. അപ്പോൾ കളിക്കാരന്മാരുടെ ഞാൻ എന്താണ് ഫുട്ബോൾ കളിക്കാൻ പോകുമ്പോൾ അവനൊരു കളിക്കാരനാണ്, അവനൊരു ഫുട്ബോൾ കളിക്കാരനാണെന്ന് പറയൂലോ, ഇല്ല പറയാറില്ലേ? അപ്പോൾ അത്ര ഞാനും പറഞ്ഞോളൂ. അവളൊരു എന്താണ് പബ്ജി കളിക്കാരിയാണ്, അവള് പബ്ജി കളിക്കുന്ന ഒരു കളിക്കാരി പെണ്ണാണ്, അത്ര ഞാൻ പറഞ്ഞോളൂ. ഫുട്ബോൾ കളിക്കാരനാണ്, പബ്ജി കളിക്കുന്ന കളിക്കാരിയാണ്, അത്ര ഞാൻ പറഞ്ഞോളൂ. അല്ലാണ്ട് അത് വേറെ രീതിയിൽ ഒരിക്കലും എപ്പോഴും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, നെഗ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, നെഗ് അടിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ നെഗായിട്ട് എന്തിനാ തിങ്ക് ചെയ്യണം, അതിന്റെ ആവശ്യമില്ലല്ലോ. പിന്നെ അതൊക്കെ അത്രേ ഉള്ളൂ ചേച്ചി. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പറയുന്ന ഈ കുട്ടി സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വന്നിട്ട് ഞാൻ സ്കാമറാണ്, ഞാൻ അതാണ് ഇതാണെന്ന് പറയുമ്പോൾ, ഞാൻ ആ വീഡിയോ കുറച്ച് കണ്ടിരുന്നു. ഞാൻ ഒത്തിരി ഒന്നും കണ്ടില്ല, കുറച്ച് ഓടിച്ചിട്ട് ഞാൻ കണ്ടുള്ളൂ. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം പറയാം, ആ പെൺകുട്ടി എൻ്റെ തട്ടുന്ന സ്ക്രീൻഷോട്ടുകളിൽ മിക്കതും എല്ലാം ഞാൻ തിരിച്ച് റീഫണ്ട് ചെയ്തിട്ടുള്ള സ്ക്രീൻഷോട്ടുകളാണ്. ഇങ്ങോട്ട് വാങ്ങിച്ചത് മാത്രമേ ഉള്ളൂ, അങ്ങോട്ട് കൊടുത്തതില്ല. പിന്നെ 10,000 എന്നൊന്ന് പറയുന്നുണ്ട്, 10,000 എന്നുള്ള വോയിസ് മാത്രമേ ഉള്ളൂ. ഞാൻ 10,000 എൻ്റെ അക്കൗണ്ടിലേക്ക് സെൻഡ് ആക്കിയേക്കുന്നതിന്റെ സ്ക്രീൻഷോട്ട് ഇല്ല. ഓക്കെ, പിന്നെ ഇത് മൊത്തം എനിക്ക് എന്താണ് എല്ലാവരുടെയും സമൂഹത്തിന്റെ മുന്നിൽ വന്നിട്ട് ഞാൻ ഇങ്ങനെയല്ല, ഞാൻ അങ്ങനെയാണ്, ഞാൻ തെറ്റുകാരനല്ല, അതാണെന്ന്. സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഇതുപോലത്തെ ഒരു പെണ്ണ് വന്നിട്ട് ഇതിന്റെ വേറെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവള് റീച്ചിന് വേണ്ടി ചേച്ചിക്ക് മനസ്സിലായോ? ഇപ്പോൾ ഇത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇവള് റീച്ചിന് വേണ്ടി, ഇവൾക്ക് വലിയ ആഗ്രഹമുണ്ട്, ഇവൾക്ക് റീച്ച് ആവണം, സൊസൈറ്റികളിൽ അറിയപ്പെടണം, വലിയ ആളാവണം. ഇവള് സ്വന്തമായിട്ട് ഞാൻ ഇവളുടെ പീമേൽ ചെന്ന് കരഞ്ഞിരുന്നു. ഞാൻ കരഞ്ഞതല്ല, ഞാൻ ഇവളുടെ പീമേൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു,
എൻ്റെ പൊന്ന് പെങ്ങളെ, നിങ്ങൾക്ക് വീഡിയോ ഒന്ന് ഡിലീറ്റ് ആക്കാൻ പറ്റുമോ? ഭയങ്കര ശോകമാണ്, ഇങ്ങനെ ഫാമിലി വെച്ച് കളിക്കല്ലേ, ഫാമിലിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലേ. നീ ഞാനായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാം, അല്ലെങ്കിൽ നേരിട്ട് പറഞ്ഞു തീർക്കാം. വീഡിയോസ് ഞാൻ ഡിലീറ്റ് ആക്കണമെങ്കിൽ ഡിലീറ്റ് ആക്കാൻ കുഴപ്പമില്ല. നീ എൻ്റെ ഫാമിലി വെച്ച് കളിക്കില്ലേ എന്ന് ഞാൻ പറഞ്ഞ് ഞാൻ വോയിസ് അയച്ചു. ഇവളത് റെക്കോർഡ് ചെയ്തിട്ടില്ല. ഇവളത് ഡിലീറ്റ് ചെയ്ത് എനിക്കറിയാൻ പാടില്ല. അവൾ എന്തോ റീലിട്ടപ്പോൾ അതിൻ്റെ അകത്ത് ഞാനാ പറയുന്നതിൻ്റെ വോയിസ് ഇവള് റെക്കോർഡ് ചെയ്തിട്ടില്ല. ഇവളുടെ അടുത്ത് ഞാൻ പറയുന്നത് ഞാൻ വീഡിയോ ഡിലീറ്റ് ചെയ്യുമെന്ന് ചോദിക്കുന്നതിൻ്റെയും സോറി പറഞ്ഞതിൻ്റെയും മാത്രമാണ് ഇവൾ റെക്കോർഡ് ചെയ്തത്. എന്നിട്ട് ഇവളുടെ അക്കൗണ്ടിൽ തന്നെ, ഇവളുടെ ഫാൻ പേജ് എന്ന് പറയുന്ന ഇവളുടെ സെക്കൻഡ് ഐ ഡിയിൽ തന്നെ ഇവള് തന്നെ ആ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് സ്കള്ളിൻ്റെ ചിഹ്നം മുഖത്ത് വെച്ചിട്ട് മാസ് BGM ഇറക്കുന്ന ഞാൻ എന്നാ പറയണ്ടേ? അങ്ങനത്തെ ഒരു പെൺകുട്ടിയാണ് അവള്. പക്ഷെ ഞാൻ പെൺകുട്ടികളെ ആരെയും ഞാൻ മോശം പറയാറില്ല. പക്ഷെ ഈ പെണ്ണ് കാണിച്ച ഇത്രയ്ക്കും മോശമായ പരിപാടിക്ക് ഞാൻ അവൾ ഒരിക്കലും അവൾ കാണിച്ച നല്ല പരിപാടിയല്ല. അവൾ ശരിയായിരിക്കും. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾ തീർച്ചയായിട്ടും അങ്ങനെ പറഞ്ഞതിന് ശരിയാണ്, ഞാൻ തെറ്റുകാരാണെന്ന് ഞാൻ സമ്മതിക്കും. ഇപ്പോൾ ഞാൻ ഒരു പെണ്ണിനെ കയറി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തെറ്റുകാരാണെന്നുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കും. ഞാൻ ശരിയെ സമ്മതിച്ചു, ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഒരു കള്ളനാന്ന് പറഞ്ഞ് സമ്മതിക്കും, ഞാൻ കള്ളനാണ് സമ്മതിച്ചു. അല്ലെങ്കിൽ ഞാൻ ഒരുത്തിനെ കൊന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തെറ്റുകാരാണെങ്കിൽ സമ്മതിച്ചു, ഞാൻ കൊന്നിട്ടുണ്ട്. അങ്ങനെ സത്യമായിട്ട് മാത്രം പറഞ്ഞാൽ പോരെ. കള്ളം പറയേണ്ട ആവശ്യമുണ്ടോ? കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കള്ളം മറയ്ക്കാൻ വേണ്ടി 1000 കള്ളം പറയേണ്ടി വരും. എനിക്ക് അതിന്റെ ആവശ്യമില്ല. അതിൽ അവർ പറയുന്ന ഒരു അലിഗേഷൻ ഉണ്ട്. അലിഗേഷൻ ശരിയോ തെറ്റോ എന്ന് മാത്രം എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. കൊച്ചു കുട്ടികളാണ് ഇതിനകത്തുള്ള ഏറ്റവും കൂടുതൽ ഫാൻസ്. തെറി എന്ന് പറഞ്ഞാൽ ഏറ്റവും വൃത്തികെട്ട തെറി. ആ തെറികളെല്ലാം തന്നെയും തീട്ട സൈഡാണ്. ഞാൻ ആ സൈഡിലേക്ക് പോകുന്നില്ല എന്നുള്ള രീതിയിൽ. പിന്നെ ഈ കൊച്ചു പിള്ളേരോട് 500 രൂപ തൊട്ടാണ് ചോദിക്കുന്നത്. ഫാൻസായി കൂട്ടുകൂടി 2 ദിവസം കഴിയുമ്പോഴത്തേക്കും എടാ എനിക്ക് ആശുപത്രി കേസ് കെട്ടുണ്ട്, ആശുപത്രി കേസ് കെട്ടിന് കാശിതാ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇത്തിരിയുടെ കാശുള്ള ഒരാളാണെങ്കിൽ പറയുന്നത് ബ്രോ എനിക്കൊരു 10,000 രൂപ, അതാണ് 5,000 തൊട്ട് അങ്ങോട്ട് എത്രയാണോ എമൗണ്ട് എല്ലാം ആശുപത്രി കേസ് കെട്ടാണ്. ഇതിന് മാത്രം ആശുപത്രി കേസ് കെട്ട് എവിടെയാണ് താങ്കൾക്ക് വന്നിട്ടുള്ളത്? ഇത് ശരിയോ തെറ്റോ? ശരിയോ തെറ്റെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പകുതി ശരിയാണ്. കാരണം ഞാൻ അങ്ങനെ ആശുപത്രി കേസ് എന്ന് ചോദിച്ചിട്ടുള്ളത് എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഫ്രണ്ട്സ് നേരത്തെ പറഞ്ഞല്ലോ, അങ്ങനെ വിരലെണ്ണാൻ പാകത്തിന് കൂട്ടുകാർ മാത്രമേ എനിക്കുള്ളൂ. ഇവിടെ ആശുപത്രി കേസ് എന്ന് പറഞ്ഞ് ഞാൻ 10,000 ആൾക്കാരുടെ അടുത്ത് ചോദിച്ചിടക്കുന്ന ഒരു വർത്താനം അവൾ പറഞ്ഞു. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ല. ഞാൻ വിരലെണ്ണാൻ പാകത്തിന് വളരെ ഒരു 3-4-5 പേരെടുത്ത് മാത്രമേ, എനിക്ക് അത്രയ്ക്കും പേഴ്സണലി അറിയാവുന്ന ഫ്രണ്ട്സിൻ്റെ അടുത്ത് മാത്രമേ പറഞ്ഞുള്ളൂ. ഞാൻ ചേച്ചിട്ട് നേരത്തെ പറഞ്ഞു, അങ്ങനെ അറിയാവുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ പോലും അവരുടെ അടുത്ത് പകുതി ഞാനിപ്പോൾ കോൺടാക്ട് ഇല്ല. ഞങ്ങൾ ചെറിയൊരു സൗന്ദര്യപ്പണത്തിൽ ഉണ്ടായിരിക്കുകയാണ്. ഓക്കെ, പക്ഷെ എല്ലാം റീഫണ്ടഡ് ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു എക്സാക്ട് വീഡിയോ വിത്ത് പ്രൂഫ് വെച്ച് ഞാൻ എൻ്റെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അപ്പോൾ ഇവർക്ക് മനസ്സിലാവും ഞാൻ തെറ്റുകാരനല്ലെന്ന്. ഓക്കെ, കാരണം എൻ്റെ ഈ തെറ്റ് ഇത്രയൊക്കെ ഇഷ്യൂ ആയ സ്ഥിതിക്ക് തെളിയിക്കേണ്ട ഒരു ആവശ്യം എൻ്റെയാണ്. ഓക്കെ, എനിക്കപ്പോൾ അത്രേ പറയാനുള്ളൂ. അല്ലാണ്ട് എനിക്ക് ആ ഒരു സ്ത്രീയുടെ കാര്യം പറഞ്ഞ് ഇനിയിപ്പോ ഈ ഒരു ഇത് കൊണ്ടുപോകണം. ഇത് പിന്നെ എങ്ങനെയാണ് താങ്കളുടെ പെങ്ങളുടെ അക്കൗണ്ടിലേക്ക്? അതായത് ഒരു കാര്യം കൂടി ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, വേറൊന്നുമല്ല. ചേച്ചി കുറച്ചു നേരം മുന്നേ പറഞ്ഞു കുട്ടികള് എന്റെ തെറിയുള്ള മോട്ടിവേഷൻ വീഡിയോസ് കാണുന്ന കുട്ടികളാണെന്ന് ചേച്ചി പറഞ്ഞു. ചേച്ചിക്ക് എന്റെ ഇൻസ്റ്റാഗ്രാമില് ഫോളോവേഴ്സിന്റെ താഴെയായിട്ട് ഞാനല്ല പറഞ്ഞിരിക്കുന്നത്, അവരാണ്. ഞാനത് സ്പെസിഫിക് ആയിട്ട് പറയുന്നത്. സോറി എന്റെ മിസ്റ്റേക്കാ, സോറി. അപ്പോൾ ഈ പറയുന്ന പോലെ ഈ ജനങ്ങൾ പറയുന്ന പോലെ എൻ്റെ വീഡിയോ കാണുന്നത് വളരെ ചെറുപ്പേറിയ ആൾക്കാരാണ്, കുട്ടികളൊക്കെയാണ് എൻ്റെ വീഡിയോ കാണുന്നത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ ചേച്ചി, എൻ്റെ ഇൻസൈറ്റ്സിൻ്റെ അകത്ത് എനിക്ക് കാണാൻ പറ്റും 18 വയസ്സ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, 18 വയസ്സ് തൊട്ട് 24 വയസ്സ് വരെയും, പിന്നെ 24 വയസ്സ് തൊട്ട് 32 വയസ്സ് വരെയും എന്നുള്ള രീതിയിൽ 24 വയസ്സ് തൊട്ട് 32 വയസ്സ് വരെ ഉള്ള ആളുകളിലാണ് ഏറ്റവും കൂടുതൽ എൻ്റെ വീഡിയോസ് ചെല്ലുന്നത്. ഏകദേശം ഒരു 45% ആൾക്കാർ അത് തന്നെയാണ്. ഓക്കെ, പിന്നെ കുട്ടികളില്ലെന്ന് ഞാൻ പറയുന്നില്ല, 18 തൊട്ട് 24 വയസ്സ് വരെയുള്ള ഏകദേശം ഒരു 10% 15% മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള മൊത്തം ജനങ്ങളും കാണുന്നത് വളരെ പ്രായമേറിയ ആൾക്കാരുകളാണ് എൻ്റെ വീഡിയോസ് കാണാറുള്ളൂ. ഓക്കെ, പിന്നെ എന്താണ് ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ഈ കുട്ടികളുടെ കയ്യിൽ ഈ ഫോൺ എടുത്ത് കൊടുത്തിട്ടായിരിക്കാം ഇവർ റീൽസ് കൊണ്ടിക്കൊണ്ടിരിക്കും ഇങ്ങനത്തെ വീഡിയോസ് കാണുന്നത്. അപ്പൊ ഈ പ്രായം പോലും തികയാത്ത പഠിക്കേണ്ട പ്രായത്തിൽ പഠിക്കാൻ വേണ്ട പിള്ളേരെയൊക്കെ എടുത്തു കൊണ്ടുപോയിട്ട് ഈ ഫോൺ കൊടുത്തിട്ട് വീട്ടിൽ കിടന്നൊരു ഒച്ചപ്പാടം ഉണ്ടാക്കുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ വീട്ടിൽ കിടന്ന് എന്തെങ്കിലും സാധനത്തിന് വേണ്ടി കെഞ്ചുമ്പോഴത്തേക്കും അമ്മയോ അച്ഛനോ എടുത്ത് ഒഴിക്കാൻ ആ ഫോൺ കയ്യിൽ നിന്ന് എടുത്തിട്ട് എന്ന് പോയിരുന്ന് കണ്ടോളാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ന്യായമായ കേസാണോ? അവർ കുഞ്ഞുങ്ങളല്ലേ, അവരുടെ മനസ്സില്ലേ, അവർക്ക് പഠിക്കേണ്ട ആവശ്യമില്ലേ? അവരുടെ പ്രായത്തിൽ അവർ കളിക്കാൻ പറഞ്ഞു. അല്ലാണ്ട് ഈ ചെറു പ്രായത്തിൽ തന്നെ ഈ ഒരു മൂലയ്ക്ക് സോഫയെ കൊണ്ട് നിർത്തിയിട്ട് ഫോണും കൊടുത്തിട്ട് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുവല്ലേ പറയേണ്ടത്? എൻ്റെ ഭാഗത്ത് തെറ്റല്ലല്ലോ. അതൊരു വേറൊരു ടോപ്പിക്കാണ്, നമുക്ക് അതിലേക്ക് പോകണ്ട. ഓക്കെ, ഇന്നലെ പെങ്ങളുടെ അക്കൗണ്ടിലേക്ക് സഹിതം ഭയങ്കരമായിട്ടും പല ആളുകളും വൃത്തികെട്ട പോസ്റ്റ് അയക്കുകയും പെങ്ങൾ പരീക്ഷയ്ക്ക് പോയിട്ട് ചേട്ടനെ പേടിച്ചിട്ട്, അതായത് സ്കൂളിൽ പുറത്തു പോലും ഇറങ്ങാൻ പറ്റാണ്ട് നിൽക്കുകയും ചേട്ടൻ ജീവൻ കളയുമോ എന്നുള്ള പേടി കൊണ്ട് അനിയത്തി പരീക്ഷ നിർത്തി വീട്ടിൽ വരികയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇന്നലെ. ഇതെല്ലാം നമ്മളൊരു 3-4 ദിവസം കൊണ്ട് ഉണ്ടായൊരു കാര്യമാണ്. നമുക്ക് ദേഷ്യം പെട്ടെന്ന് നമ്മൾ പറയും 1 ചാട്ടം കൊണ്ട് നമുക്ക് കിണറ്റി ചേടാം, 10 ചാട്ടം കൊണ്ട് നമുക്ക് തിരിച്ച് കയറാൻ പറ്റില്ലെന്ന് പറയും. പിന്നെ സത്യമായിട്ടും അപ്പം ഇന്നലെ അത് അനുഭവിച്ചത് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിരുന്നു.
അപ്പം അത്രയും ഞാൻ അടുത്ത് കണ്ടിട്ടില്ല. ആ പെൺകുട്ടി അടുത്ത് കണ്ടിട്ടാണ് എൻ്റെ ചേട്ടന് ഇനി എങ്ങാനും ജീവൻ കളയുമോ, അവൻ എന്താണ് പറ്റിയെന്ന് ആ പെൺകുട്ടി അന്വേഷിക്കുന്ന തരത്തിലേക്ക് എന്തായിരുന്നു? ശരിക്കും പറഞ്ഞ ചേച്ചി, ഞാൻ ചേച്ചിയോട് നേരത്തെ പറഞ്ഞില്ലേ ഞാൻ ഈ പറയുന്ന പെൺകുട്ടിയുടെ അടുത്ത് പോയി സോറി പറഞ്ഞു എന്ന്. സത്യം പറഞ്ഞാൽ ഇവള് ഞാൻ സ്കാമറ എന്ന് പറഞ്ഞ് ഈ ചെയ്ത വീഡിയോ ഞാൻ ഓടിച്ചുവിട്ട് കണ്ടിരുന്നപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതാണ് ഒരു ഹ്യൂജ് എമൗണ്ട് ഞാൻ കണ്ടത് ഒരു 6K ആണ്. ഓക്കെ, ആക്ച്വലി 6K ഞാൻ ഓൾറെഡി പേ ചെയ്തതാണ്. ഓക്കെ, നാളുകൾക്ക് മുന്നേ. ഞാനും അവനും നല്ല ഫ്രണ്ട്സാണ് ഇപ്പോഴും, ഞങ്ങൾ വിളിച്ച് സംസാരിക്കുകയും ചെയ്തതാണ്. പക്ഷേ ഇവൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഈ ക്യാഷ് വാങ്ങിയതിൻ്റെയും തിരിച്ചു കൊടുത്തതിൻ്റെയും സ്ക്രീൻഷോട്ട് വേറൊരാളുടെ കൊടുത്തിരുന്നു. അയാളുടെ പേര് പറയാൻ താല്പര്യപ്പെടുന്നില്ല, കൊടുത്തിരുന്നു. അങ്ങനെ ഈ സ്ക്രീൻഷോട്ട് അവൻ വേറൊരാൾക്ക് അയച്ചിരുന്നു. അങ്ങനെയാണ് ആ സ്ക്രീൻഷോട്ട് ഇപ്പോൾ അവിടെ ചെന്നത്. അങ്ങനെ ഈ 6K ഞാൻ തിരിച്ച് റിട്ടേൺ ചെയ്ത് എൻ്റെ ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് സംസാരിച്ച് തന്നു. എന്താണ് സംഭവം, ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ ആണല്ലോ. ഞാൻ പറഞ്ഞു എനിക്കറിയില്ലടാ, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ ഇവളിങ്ങനെയൊക്കെ ചെയ്യാൻ കാരണം മെയിൻ ആയിട്ടുള്ള ആള് ഷസാം ബ്രോയാണ്. ഞാൻ ഒരിക്കലും അല്ലെന്ന് പറയില്ല, വിത്ത് പ്രൂഫ് എൻ്റെ കയ്യിലുണ്ട്. കാരണം ഞാൻ സ്കാമർ ആണെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഇട്ട വീഡിയോസിൽ മൊത്തം ഷസാമിൻ്റെ ലൈക്കും ഉണ്ട്, കമൻറ്റും ഉണ്ട്. ആൻഡ് ഓൾസോ ഈ വീഡിയോസ് മൊത്തം ഇവൻ്റെ അക്കൗണ്ടിൽ സ്റ്റോറി വരെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഷസാം നേരത്തെ ഇതിനൊക്കെ മുന്നേ, നാളുകൾക്ക് മുന്നേ ഇയാളുടെ യൂട്യൂബ് ചാനലിൽ ലൈവിൽ വന്നിരുന്നു പറഞ്ഞിരുന്നു, ഞാൻ അവനോട് ഒരു പ്രശ്നത്തിനും പോകില്ല, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ ഡയറക്റ്റ് സംസാരിക്കത്തുള്ളൂ, അല്ലാണ്ട് ഞാൻ മെറ്റ വെരിഫൈഡ് ആണെന്ന് പറഞ്ഞ് എൻ്റെ അക്കൗണ്ട് ബാൻ ചെയ്യാൻ പോലും പോകില്ല. എൻ്റെ അക്കൗണ്ട് ബാൻഡ് ആവാൻ വേണ്ടി പോയി, എൻ്റെ അക്കൗണ്ട് ബാൻ ഇങ്ങനെ പറഞ്ഞ ഒരാളായിരുന്നു. എന്നിട്ട് പോലും അവനാ പറഞ്ഞ അന്ന് രാത്രി തന്നെ എൻ്റെ അക്കൗണ്ട് ബാൻ ആവാൻ വേണ്ടി പോയി. 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഇത്രയേറെ പ്രശ്നങ്ങൾ വന്നു. ഇവളുടെ കൂടെ സപ്പോർട്ടഡ് ആയിട്ട് വളരെ എന്താ പറയുക, ഒരു ഭയങ്കര ഇമ്പാക്റ്റിൽ ഈ പുള്ളി ഭയങ്കര രീതിയിൽ ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു കാര്യത്തിൽ. സ്റ്റോറി ഇട്ട് വരെ കൊടുക്കുമെന്ന് പറഞ്ഞാൽ ആലോചിക്കുക, അത്രയും വലിയ ഇൻഫ്ലുവൻസർ. എനിക്ക് തോന്നുന്നു ഇയാളൊരു പ്രൊമോഷൻ വീഡിയോ ചെയ്താൽ പോലും എത്ര 1-2 ലക്ഷം രൂപയെങ്കിലും കിട്ടുമായിരിക്കും, ഒരു സ്റ്റോറി പ്രൊമോഷൻ തന്നെ, അല്ലേ? ശരിയല്ലേ? അപ്പോൾ ചേച്ചി ഒന്ന് ആലോചിച്ചു, അപ്പോൾ എത്രത്തോളം ഹെയ്റ്റ് ആണ് ഇയാൾക്ക് എൻ്റെ അടുത്ത് ഉള്ളതെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ ഇയാളുടെ ഇത് പകയാണ് എന്നാണോ പറയുന്നത്? അയ്യോ തീർച്ചയായും. സത്യം പറഞ്ഞാൽ എനിക്ക് പുറത്തിറങ്ങാൻ നല്ല പേടിയുണ്ട്. ഉള്ളതിനും പറയാൻ കുഴപ്പമില്ല. കാരണം എല്ലാവരും പറയുന്നത് ഷസാം പാവാടാ, ഷസാം അങ്ങനൊന്നും ചെയ്യത്തില്ല. പക്ഷെ സത്യം പറയാലോ ചേച്ചി, ഇയാളെ നമ്മൾ എന്തെങ്കിലും തിരിച്ച് പറയുമോ അല്ലെങ്കിൽ ഇയാളെ നമ്മൾ പേഴ്സണലി ഹേർട്ട് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് ലെവലിൽ വരെ പോകുന്ന എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സംശയമുണ്ട്. ഉള്ള കാര്യം പറയാലോ. കാരണം ഞാൻ ഒരു വളരെ സാധാരണക്കാരനാണ്. ഞാനാണ് എൻ്റെ വീട്ടിൽ എൻ്റെ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നത്. എന്നെ സംബന്ധിച്ച് എനിക്കൊരു വലിയ പ്രശ്നം തന്നെ, ഉള്ള കാര്യം പറയാലോ. കാരണം അയാൾക്ക് പിന്നെ വേറെ നോക്കാനില്ല. കാരണം അയാൾക്ക് ഫാമിലി ഉണ്ട്, കുറേ ആൾക്കാരുണ്ട്. അയാൾക്ക് എന്തെങ്കിലും പറ്റിയാൽ പോലും ചോദിക്കാനും പറയാനും എന്തെങ്കിലും കാര്യത്തിനാണ് ആൾക്കാരുണ്ട്. എനിക്ക് അങ്ങനെ ആരുമില്ല. ഓക്കെ, ഇന്നലെ ഈ കാരണത്താൽ മരിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ? അയ്യോ, ഈ കാരണത്താൽ എന്ന് പറയുമ്പോൾ കുറച്ചുണ്ട് ചേച്ചി. ഞാൻ സത്യം പറഞ്ഞ് ഞാനിങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ സിസ്റ്ററിൻ്റെ കാര്യം എനിക്കിത് പറയേണ്ട താല്പര്യമില്ല. പക്ഷെ എങ്കിൽ പോലും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിന്ന് എല്ലാ കാര്യങ്ങളും പറയണമല്ലോ. അതുകൊണ്ട് സത്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അങ്ങനെ എൻ്റെ പെങ്ങളുടെ ടീമിലേക്ക് ഞാൻ ആ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ പറയുന്ന ഈ കുട്ടിയില്ലേ, എന്നെ റിയാക്ട് ചെയ്ത് സീനാക്കിയ കുട്ടിയില്ലേ, ആ കുട്ടിയുടെ ഫോട്ടോ ഡി പി വെച്ച് ഇന്ന ആളുടെ പേരും വെച്ചിട്ട് ഫാൻ പേജ് എന്ന് പറഞ്ഞൊരു ആൾ വന്നിട്ട് എൻ്റെ അമ്മൂ ഭയങ്കര ടോക്സിക് ആയിട്ട് തെറിയെന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം, ഞാൻ പോലും ആ രീതിയിൽ പറയൂല കേട്ടോ, അങ്ങേയറ്റം പറഞ്ഞിട്ട് ഇവൻ്റെ സ്വന്തം സമ്മാനത്തിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഈ ഇതിലേക്ക് അയച്ചു കൊടുത്തു. ഇതേപോലെ തന്നെ ഏകദേശം ഒരു 10, 17, 18 ആളുകളോളം ഷസാം ബ്രോയുടെ ഫാൻസും അതുപോലെ തന്നെ എല്ലാം ഫേക്ക് അക്കൗണ്ടാണ്. എന്നെ തെറി വിളിക്കണത്, എന്നെ പബ്ലിക്കായിട്ട് വന്ന് തെറി വിളിക്കണതാണെങ്കിലും, ഞാൻ സ്കാമറാണ് അതാണെന്നൊക്കെ പറയുന്നതാണെങ്കിൽ പോലും, എന്നെ എന്ത് പറയുന്നവരാണെങ്കിൽ പോലും എവ്രി വൺ ഫേക്ക് അക്കൗണ്ടാണ്. ഓക്കെ, ഒറ്റ ഓജി പോലും ഈ ഷസാമിൻ്റെ ഫാൻസും ഈ പറയുന്ന ആ പെൺകുട്ടിയുടെ ഫാൻസും ആന്നും പറഞ്ഞ് എൻ്റെ അനിയത്തിയുടെ അക്കൗണ്ടിൽ വന്ന്, ഇൻസ്റ്റാ അക്കൗണ്ടിൽ വന്ന് ഇങ്ങനത്തെ മോശമായ ഫോട്ടോസ് വരെ ഇട്ട് അവൾക്ക് അത്രയ്ക്കും ഹേർട്ടായതുകൊണ്ടാണ് എനിക്ക് പിന്നെ അത്ര ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഫാമിലി കയറി കളിച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ പിന്നെ ആ കേസ് എത്ര വലിയ വിഷയം ആണെങ്കിൽ പോലും എൻ്റെ ഫാമിലി കയറി കളിക്കുമ്പോൾ അതിപ്പോൾ എല്ലാ മനുഷ്യർക്കും അങ്ങനെയാണ്. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളു വെച്ച് ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രയൊക്കെ ഹൈപ്പത്തി എന്ന് പറഞ്ഞാൽ ഫാമിലി കയറി തൊട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വേറെ ചെയ്യാൻ പറ്റില്ല. ഞാൻ അത്ര ചെയ്തോളൂ. ഞാൻ ആ ഒരു ഒറ്റ റീസൺ കൊണ്ട് മാത്രമാണ് ഞാൻ അവളുടെ അടുത്ത് നിന്ന് സോറി പറഞ്ഞതും വീഡിയോ ഡിലീറ്റ് ആക്കാമെന്ന് പറഞ്ഞതും. എനിക്ക് മനസ്സിലായി, ഞാൻ അവളെ റിയാക്ട് ചെയ്ത് ക്യാമറ എന്ന് പറഞ്ഞ് ചെയ്ത വീഡിയോ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ എൻ്റെ ഭൂരിഭാഗം അങ്ങോട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അവിടെ ചെന്ന് ഡീമിൽ പറഞ്ഞു, ഈ ഒരു സീൻ ഉണ്ടായി മാത്രം എൻ്റെ അനിയത്തിയുടെ ടീമിലേക്ക് ഇങ്ങനെ വരാൻ തുടങ്ങിയപ്പോൾ മാത്രം ഞാൻ ഡീമിൽ ചെന്ന് പറഞ്ഞു, എൻ്റെ ഒരു മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞു, പെങ്ങളെ ഞാൻ നിനക്ക് ഇനി ഞാൻ ആർക്കെങ്കിലും എമൗണ്ട് കൊടുക്കാണ്ടെങ്കിൽ എനിക്ക് ഡി എം ചെയ്താൽ അത് ഞാൻ ആക്കി ചെയ്തത്, അവർക്കറിയാം അങ്ങനെ ഇല്ലെന്ന്. ഡി എം ചെയ്താൽ ഞാൻ അവർക്ക് അക്കൗണ്ടിൽ ക്യാഷ് ഇട്ട് കൊടുക്കാം, എനിക്കൊരു കുഴപ്പമില്ല, പ്രൂഫ് ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അതിൻ്റെ താഴെ കുറേ വോയിസ് ഇട്ടുണ്ട്. അതിൽ ഞാൻ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എടി നിൻ്റെ ഫാൻസ് എന്ന് പറഞ്ഞ് കുറച്ച് സ്ക്രീൻഷോട്ട് ഞാൻ കൊടുത്തിരുന്നേ, നിൻ്റെ ഫാൻസ് എന്ന് പറഞ്ഞ പയ്യന്മാർ എൻ്റെ പെങ്ങളുടെ അക്കൗണ്ടിൽ വന്നിട്ട് ഞാൻ അവളെ ഫോളോ ആക്കിയിട്ടുണ്ടായിരുന്നു എൻ്റെ അനിയത്തിനെ.
അക്കൗണ്ടിൽ വന്നിട്ട് ഇത്രയും മോശമായിട്ട് രീതിയിൽ സംസാരിക്കുകയും ഫോട്ടോസ് അയക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു പെങ്ങളെ, എന്തെങ്കിലും സീൻ ഉണ്ടെങ്കിൽ നീ ഞാനും നമ്മൾ സംസാരിച്ച് തീർക്കാം. നീ എന്നെ തെറി വിളിച്ചു പബ്ലിക്കായിട്ട്, ഞാൻ നിന്നെയും തിരിച്ച് തെറി വിളിച്ചു, നീ എന്നെ റിയാക്ട് ചെയ്തു, ഞാൻ നിന്നെ തിരിച്ച് റിയാക്ട് ചെയ്തു. അത് മാസങ്ങൾക്ക് മുന്നേ. ഇപ്പം ആ സീൻ പോലും ഇല്ല. ഓക്കെ, നീ ആ ഒരു സ്പിരിറ്റിലെടുത്തെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ നിന്റെ മനസ്സിലേക്ക് ഈ പകയുണ്ടെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല, നീ അങ്ങനത്തെ ഒക്കെ ഒരു പേഴ്സൺ ആണെന്നുള്ള കാര്യം എനിക്കറിയത്തില്ലെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, പക്ഷെ ഇവൾക്ക് ഇത്രയും കൂടുതലായിട്ട് സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുന്ന സത്യം പറഞ്ഞാൽ ഈ ശശാങ്ക് ബ്രോയാണ്. ഓക്കെ, ഞാൻ നേരത്തെ വെച്ചിട്ട് പറഞ്ഞല്ലോ, എല്ലാ രീതിയിലും ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നത് ശശാങ്ക് ബ്രോയാണ്. ഒറ്റ വാക്കിൽ ഞാൻ ഉത്തരം പറയാൻ ശശാങ്ക് ബ്രോയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി എടുത്ത് സ്റ്റോറി ഇടുവും. ചേച്ചി വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് കാണിച്ചു തരാം. പുള്ളിയുടെ ഇന്നത്തെ സ്റ്റോറി എടുത്ത് നോക്കിയാൽ ഞാനുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഇത്രയും വലിയ സെലിബ്രിറ്റീസ് ഒക്കെ എല്ലാവരും കൂടി. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടി അറിഞ്ഞു, എൻ്റെ അടുത്ത് വേറൊരാൾ വന്ന് പറഞ്ഞതാ. ഓക്കെ, ഒരു അത്യാവശ്യം ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളെൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, എടാ നിന്റെ വീഡിയോ സീക്രട്ട് ഏജന്റിന് വരെ കൊടുത്തിട്ടുണ്ട്, ശശാങ്ക് ബ്രോ ആണ് കൊടുത്തിരിക്കുന്നത്, ശശാങ്ക് ബ്രോ എല്ലായിടത്തും നിനക്ക് ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പണി തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല ബ്രോ, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ തെറ്റുകാരനല്ലെന്നുള്ള കാര്യം. അത് കുഴപ്പമില്ല എന്നുള്ളത് ഇന്ന് എൻ്റെ അടുത്ത് ചേച്ചി ഞാൻ കുഴപ്പമില്ല എന്ന് പറയാൻ ഞാൻ ഒരു പാവയോട് പറഞ്ഞാണ്. ഓക്കെ, അല്ല, ഞാൻ പറഞ്ഞ അങ്ങനെയല്ല. ഞാനിപ്പോ ഇന്റർവ്യൂവിന് വിളിക്കാനുള്ള ഒരു കാരണം, നമ്മൾ തമ്മിൽ കുറെ നാൾ മുന്നേ ഈ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോഴല്ല നമ്മൾ. തീർച്ചയായിട്ടും ഞാൻ എന്തായാലും അത് പറയും, ആൾക്കാർ പറയും. കാരണം ശശാങ്ക് കാരണമാണ് ഞാനിപ്പോ ഫെയിം ആയിട്ട് നിൽക്കുന്നത്, ശശാങ്ക് കാരണമാണ് എനിക്ക് ഇത്ര റീച്ച് ഉണ്ടായിട്ട് നിൽക്കുന്നത്. ഇപ്പൊ ഇന്റർവ്യൂവിന് വിളിച്ചു തന്നെ അതാണെന്ന് പറയാം. ഒരിക്കലും ഇല്ല, നമ്മൾ സംസാരിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഒരു 2 മാസത്തിന് മേളിലായി നമ്മളൊരു ഇന്റർവ്യൂ ചോദിച്ചിട്ട്. ചേച്ചി എന്നെ വിളിച്ചിട്ടും ഈ പറയുന്ന അജിം വർഗീസ് എന്ന് പറഞ്ഞ ബ്രോ എന്നെ വിളിച്ചിട്ടും, അതുപോലെ തന്നെ എനിക്കൊരു ഏകദേശം 4-5ഓളം മീഡിയസിൽ തന്നെ വിളിച്ചിട്ടുണ്ട്. ഞാൻ ഒരിടത്തും പോയിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ ചേച്ചി, എനിക്ക് അങ്ങനത്തെ ഫെയിമുകളൊന്നും വേണ്ട. ഞാൻ പറഞ്ഞില്ല ചേച്ചിയെടുത്ത്, ഞാൻ കഷ്ടപ്പെട്ട് വന്നവനാണ്. ഞാൻ ഒരു ഫോളോവറിനെ ഞാൻ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫോളോവർ എൻ്റെ കണ്ടന്റ് ഇഷ്ടപ്പെട്ട് എന്നെ ഫോളോ ചെയ്യുന്ന ആളാണെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. രണ്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വന്നാൽ എല്ലായിടത്തും ഞാൻ അറിയപ്പെടണം, ഞാൻ വലിയ ആളെന്ന് ആ ഒരു മൈൻഡ് എനിക്കില്ല. കുറച്ച് ഫോളോവേഴ്സ് മതി, എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ വീഡിയോ കണ്ടാൽ മതി. അല്ല, ഞാനിന്ന് പറഞ്ഞത് തന്നെ നമ്മൾ ഈ ഒരു ഇഷ്യൂലല്ല നമ്മൾ ഇന്റർവ്യൂ ചോദിച്ചതും പറഞ്ഞതും. പക്ഷെ ഇന്നലത്തെ ഒരു മാനസികാവസ്ഥ എനിക്ക് ഹോണ്ട് ചെയ്തപ്പോഴാണ് ഞാൻ പറഞ്ഞത് വരൂ എന്ന് ഞാൻ പറഞ്ഞത് തന്നെ. അത് ഓരോരുത്തരുടെ ജീവിതത്തിൽ പല രീതിയിലാണ് ഓരോ വ്യക്തികൾ വന്നിട്ട് ലൈഫിൽ. ചിലപ്പോൾ അത് ടേണിംഗ് പോയിന്റ് ആകാം, ചിലപ്പോൾ അത് എൻഡിങ് ആവാം. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു ഫൈറ്റ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നമ്മളാണെങ്കിലും ഒരാൾക്കെതിരെ അയാൾ എഴുതും, ഇയാൾ എഴുതും. ഞാൻ ഓൾറെഡി പറഞ്ഞു, നീ മോട്ടിവേഷൻ എന്നാണ് നീ പറയുന്നത്. ആ മോട്ടിവേഷനിൽ നീ പൊട്ടിക്കരയുമ്പോൾ ഞാൻ എന്താണ് കരുതേണ്ടത്? ഞാൻ പറയട്ടെ ചേച്ചി, നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. ഓക്കെ, സങ്കടങ്ങൾ എല്ലാവർക്കും ഉണ്ട്. ഓക്കെ, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം ഫേസ് ചെയ്ത് തരണം ചെയ്ത് തന്നെ ഞാൻ ഇവിടെ വരെ എത്തിയത്. പക്ഷേ ഇത്രയും വലിയൊരു ഹെയ്റ്റ് ഒരിക്കലും എൻ്റെ ലൈഫിലുണ്ടെന്ന് ഒരിക്കലും പ്രതീക്ഷയില്ല. ഞാൻ ഒരു തെറ്റുകാരനാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു, ഞാനത് ഫേസ് ചെയ്തു തന്നെ. പക്ഷേ തെറ്റുകാരനല്ലാതെ എൻ്റെ ലൈഫിൽ ഇത്രയും പ്രശ്നങ്ങൾ വന്നപ്പോഴത് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്രയും പ്രഷർ ഒരുമിച്ച് അങ്ങ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ. പണ്ട് ഞാൻ ഓൾഡ് സ്റ്റേജിൽ ഒരു 1.5 വർഷം 2 വർഷം മുന്നേ എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്ന സമയത്ത്, അത് ബ്രേക്കപ്പ് ആയ സമയത്ത് മരണത്തിലേക്ക് പോകാൻ നിന്നൊരു ടൈമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എന്നെ വിളിച്ച് കയറ്റിക്കൊണ്ടുവന്ന് എൻ്റെ അമ്മയും അവരൊക്കെയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റേജിലേക്ക് ഞാൻ എത്തിപ്പെട്ടായിരുന്നു ഇന്നലെ ഒരു ടൈമിൽ. അപ്പോൾ ഞാൻ ചേച്ചീനെ വിളിക്കുമ്പോഴും ഞാൻ ഒട്ടും ഓക്കെ അല്ലായിരുന്നു. 2 ദിവസമായിട്ട് ഞാൻ കിടന്ന് ഉറങ്ങിയിട്ടില്ലായിരുന്നു. ഈ ഉള്ള പ്രഷറുകളും ഞാൻ അതാണ് ഇതാണ് മറ്റേതാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞ ആൾക്കാരിങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോഴും ഒരു ഭാഗം ജനങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു, ഒരു ഭാഗം ജനങ്ങൾ എന്നെ കുറ്റക്കാരനായിട്ട് കാണുന്നു. പക്ഷെ ഞാൻ ഒരു തെറ്റുകാരനുമല്ല. ഈ ഒരു ഫെയിമും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഫെയിമൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്കൊരു യൂട്യൂബ് ചാനൽ കൂടെ വലിയ ആളായിരുന്നു. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഇവരിങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ എല്ലാത്തിനും അവസാനിപ്പിച്ചായിരുന്നു. എൻ്റെ കയ്യിൽ നിന്നങ്ങ് സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ പോയായിരുന്നു. ഇങ്ങനെ ശശാങ്ക് ബ്രോ ഇങ്ങനെ വന്ന് എന്നെ ഇങ്ങനെ റിയാക്റ്റ് ഒക്കെ ചെയ്ത് ഇത്രയും വലിയ ഹെയ്റ്റൊക്കെ അദ്ദേഹം തന്നെ മനസ്സിലിട്ട് പകയാക്കി കൊണ്ടുവന്ന് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഹെയ്റ്റൊക്കെ ഉണ്ടാക്കി ഇത്ര ഇമ്പാക്റ്റൊക്കെ ആയ സമയത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ എത്തിയായിരുന്നു സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇത് വേറെ ഒന്നിനും വേണ്ടി പറയുന്നില്ല, എനിക്കിത് പറയാൻ പോലും താല്പര്യം. പക്ഷേ എങ്കിൽ പോലും ചേച്ചി പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറയാം. ഞാൻ ഇന്നലെ ചേച്ചീനെ വിളിച്ച് ഒരുപാട് നേരം കരഞ്ഞു. ചേച്ചീനെ വിളിച്ചിട്ട് എടാ നീ ഒരു 10 മിനിറ്റ് ഓക്കെ ആവും, 10 മിനിറ്റ് ഓക്കെ ആവും, ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് പോലും വിളിക്കുന്ന ഓരോ ടൈമിലും ഞാൻ കരയുക. കാരണം ആ ഒരു വിഷമം, ആ ഒരു ഞാൻ തെറ്റുകാരനല്ലാതെ എന്നെ തെറ്റുകാരൻ ആക്കി ജനങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ചിത്രീകരിക്കുമ്പോൾ എനിക്കത് സത്യമായി ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നെക്കൊണ്ട് പിടിച്ചു നിർത്താൻ പറ്റില്ല. അങ്ങനെ ഞാൻ പല കാര്യങ്ങളും ചെയ്തത്. ഞാൻ പോയിട്ട് മരിക്കണം എന്നുള്ള ചിന്തയാണ്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ ആ പക തീരുമല്ലോ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ ആ പ്രശ്നം തീരുമല്ലോ എന്നുള്ളൊരു മൈൻഡായിരുന്നു. അപ്പം അങ്ങനെ ഇരുന്ന സമയത്ത് എന്നെ കടൽക്കൊമ്പൻ എന്നെ വിളിച്ചിട്ട് അളിയൻ്റെ അടുത്ത് പറഞ്ഞു, എടാ നീ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ചേച്ചിയും വിളിച്ചിട്ട് അടുത്ത് സംസാരിച്ചു, എടാ നീ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം നിന്നുള്ള ഇമ്പാക്റ്റും കാര്യങ്ങളൊക്കെ പോകും, നിന്നെ ഒരുപാട് ജനങ്ങൾ കൂടുതലും അറിയാൻ തുടങ്ങി, നിന്നെ സ്നേഹിക്കാൻ തുടങ്ങി, നിന്നെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് പേരെടുത്ത് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് എൻ്റെ ആ മൈൻഡിൽ നിന്ന് ഞാൻ മാറിപ്പോയി സത്യം പറഞ്ഞാൽ. പിന്നെ ഞാൻ ഇന്നിവിടെ ഇൻ്റർവ്യൂവിന് പോലും വരണ്ടല്ല. ഞാൻ ഇന്നലെ എന്തെങ്കിലും ഒരു കാരണവശാൽ എൻ്റെ ചെറിയൊരു പൊട്ടകുത്തിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തായിരുന്നെങ്കിൽ
സത്യം പറഞ്ഞാൽ ഇപ്പം എന്നെ കിട്ടില്ലായിരുന്നു. കാരണം ഞാൻ വീട്ടിൽ ആരുമില്ല. ഞാൻ മനഃപൂർവ്വം ഞാൻ പിറ്റേ ദിവസം പ്ലാൻ ചെയ്തായിരുന്നു. ഞാൻ ഇന്നലെ മിനിഞ്ഞാന്ന് ഞാൻ പ്ലാൻ ചെയ്തു, എന്താണ് നാളെ അവൾക്ക് എക്സാം ഉണ്ട്, അപ്പോൾ അവൾ രാവിലെ എക്സാമിന് പോകും, അമ്മയ്ക്ക് ജോലിയുണ്ട്, അമ്മ ജോലിക്ക് പോകും, പിന്നെ ഉണ്ണിക്കുട്ടൻ കളിക്കാൻ പോകും, വീട്ടിലാരുമില്ല. അപ്പോൾ ആ സമയത്ത് നൈസിന് എറുന്നുള്ള മൈൻഡായിരുന്നു എൻ്റെ. അപ്പോൾ ഞാനിങ്ങനെ എനിക്ക് സഹിക്കാൻ പറ്റും. ഞാൻ രാത്രി ഞാൻ കണ്ണടച്ച് കിടക്കും, അപ്പം തന്നെ ചാടി എണീക്കും, കരയും. ഇത് തന്നെ. അങ്ങനെ അനിയത്തിയുടെ അടുത്ത് ചോദിച്ചു, ഞാൻ അറിയാതെ കണ്ട് ഇവിടുത്തെ ഈ കാര്യം പറഞ്ഞു പോയി. എന്നിട്ട് ഇവൾക്ക് പേടിയായിരുന്നു എക്സാമിന് പോകാനായിട്ട്. അങ്ങനെ എക്സാമിന് പോയി പെട്ടെന്ന് തന്നെ ഇവൾ വീട്ടിലെത്തി. ഞാൻ ഏകദേശം എൻ്റെ കയ്യിൽ നിന്ന് പോയിരിക്കുന്ന അവസ്ഥയായിരുന്നു, എന്തെങ്കിലുമൊക്കെ ചെയ്തേനെ. പിന്നെ വന്ന് സാരല്ല പോട്ടെ എന്നൊക്കെ പറഞ്ഞ് ഓക്കെ ആയി. അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് പോയാൽ സത്യം പറഞ്ഞാൽ. സോഷ്യൽ മീഡിയ ഒന്നും ഒരു ലോകമല്ല, അതിനപ്പുറം ഒരു ലോകമുണ്ട്. മനുഷ്യന്മാർ പരസ്പരം ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. ഒന്ന് ഇറങ്ങി നടന്നാൽ ഒരാൾ ആ സമയം കേൾക്കാനുണ്ടെങ്കിലൊക്കെ നമുക്ക് ഇതിൽ നിന്ന് റിക്കവർ ആകാം. ഓക്കെ, തീർച്ചയായിട്ടും.